അവൻ ഒരിടത്തും വീണു പോകുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. കർത്താവ് വിളിച്ച് ഇറക്കിയതാണെങ്കിൽ കർത്താവ് അത്ഭുതകരമായിട്ട് കർത്താവ് നടത്തും. ആമേൻ. ഇതേ ദൈവദാസൻ ഏലിയാവിന് അവിടെ അത്ര വലിയൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ദൈവത്തിന്റെ ദൂതനെ അയച്ച് സ്തോത്രം ഏലിയാവ് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇതേ ഏലിയാവിനെ ഭാരപ്പെടുത്തിയവള് തീർന്ന സമയത്ത് ഒരു ദൂതന് ഉദ്ധരിക്കാനുണ്ടായിരുന്നില്ല. എല്ലാവർക്കും വേണ്ടി കർത്താവിന്റെ ദൂതൻ ഇറങ്ങുന്നില്ല. ദൈവത്തിന്റെ ദൂതൻ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയേ ഇറങ്ങുന്നുള്ളൂ, വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങുന്നുള്ളൂ. നമ്മുടെ ആശ്രയം എന്താണെന്നറിയാവോ? നമ്മളുടെ രഥങ്ങളിലും കുതിരകളിലുമല്ല ആശ്രയിച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നെങ്കിൽ കർത്താവ് ശ്രേഷ്ഠമായത് ഒരുക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം നമുക്ക് ദൈവസ്ഥലിൽ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അല്പനേരം നമുക്ക് ദൈവസ്ഥലിൽ നമുക്ക് ധ്യാനത്തോടെ നമുക്ക് അടുത്ത് വരാം. കർത്താവ് ഇത്രത്തോളം നമ്മൾ അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം കേൾക്കുവാൻ ഇടയായി തീർന്നു. നമുക്ക് ദൈവസ്ഥലിൽ നമുക്ക് സ്തോത്രത്തോടെ നമുക്ക് അടുത്ത് വരാം. കർത്താവ് ഇത്രത്തോളം നമ്മളെ നടത്തുന്നുവല്ലോ, ഇത്രത്തോളം നമ്മളെ പരിപാലിച്ചുവല്ലോ. അനേകരുടെ ജീവിതത്തിൽ ലഭിക്കാത്ത ഭാഗ്യമാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയത്. ആമേൻ. കർത്താവിനെ ഉയർത്തുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഹല്ലേലൂയ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവസ്ഥലിൽ സ്തോത്രത്തോടെ നമുക്ക് അടുത്ത് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം ഇന്ന് പകൽ നേരം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഇന്ന് പകൽ നേരം അപ്പാ അങ്ങയുടെ സന്നിധാനത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരികയാണ് കർത്താവേ. അപ്പൊ അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളുടെ എല്ലാം നടുവില്ല കർത്താവ് നീ ആശ്വാസമായി ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ കർത്താവേ. അപ്പൊ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ജീവന്റെ വചനം വീണ്ടും ഞങ്ങളെ ബലപ്പെടുത്തി പ്രാപ്തമാക്കി. ഏലിയാവ് ഭാരപ്പെട്ട് മരണം പ്രതീക്ഷിച്ച് കടന്നപ്പോൾ അവന്റെ മുമ്പിൽ വെളിപ്പെട്ട് വന്ന ദൂതൻ, പ്രത്യക്ഷനാകുന്ന ദൂതൻ അപ്പവും വെള്ളവുമായി കടന്നു വന്നെങ്കിൽ ചില ദീർഘയാത്രകൾ ചില ദൂര യാത്രകൾ ഉണ്ടെന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനോട് ആലോചന അറിയിച്ചെങ്കിൽ ഇന്ന് പകൽ നേരം ക്ഷീണത്തിലും ഭാരത്തിലും യാത്രയിൽ നിന്ന് വെച്ച് അവസാനിപ്പിച്ചു കിടക്കുന്ന ചില മേഖലകളിൽ ഇന്ന് പകൽ വേളയിൽ യേശു ക്രിസ്തുവിന്റെ നാമം വിടുതലിന്റെ കരം ഇന്ന് പകൽ നേരം വ്യാപരിക്കുന്നതിനാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്തന്റെ അതിപരിശുദ്ധ നാമം ജയമെടുക്കുന്നതിനാൽ ഭാരപ്പെട്ടിരിക്കുന്ന ഏലിയാവ് ഞാൻ പിതാക്കന്മാരെക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശപിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴോ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ അവിശ്വസ്തരായിരുന്നാലും കർത്താവ് വിശ്വസ്തനായി പാർക്കുന്നു എന്ന് കർത്തന്റെ വചനമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശ്വസ്തന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ ഓരോപോളം തന്റെ ഭക്തനെ നടത്തുവാൻ കാരണമാക്കിയെങ്കിൽ ഇന്ന് പകൽ നേരം ദൈവത്തിന്റെ കാര്യപദ്ധതിയിലേക്ക് പൂർണ്ണതയിലേക്ക് നാളുകളിൽ എത്തുവാൻ സ്വർഗം ഇടപെടുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ദേശത്തെങ്ങും പ്രതിസന്ധി വന്നാലോ കർത്താവിന്റെ സന്നിധിയിൽ ഉന്മേഷത്തോടെ നിലനിൽക്കുന്ന ശുശ്രൂഷ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുമ്പോഴും വിശ്വസ്ത ദൈവം കരം പിടിച്ചുയർത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ അതിശയകരം ഇന്ന് പകൽ നേരം ഇടപെടുന്നതിനായി സ്തോത്രം, ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ദൂരത്തും ചാരത്തുമായി ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം ചലിക്കണം, ബലപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽവേളയിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് അടുത്ത് വരുവാനിടയായി തീർന്നു. സ്തോത്രം. നമുക്ക് നമ്മളുടെ ശ്രദ്ധയെ സ്തോത്രം ഇന്ന് പകൽ നേരം ചില വചനങ്ങളിലേക്ക് നമുക്ക് തിരിക്കാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അനവധി സമയം എൻ്റെ ഹൃദയത്തിലേക്ക് പല അവസരത്തിൽ കയറി വന്ന ഒരു വേദഭാഗത്തിലേക്ക് തിരിയുവാനാണ് ഞാൻ ഇന്ന് പകൽ നേരം ആഗ്രഹിക്കുന്നത്. പല ആവർത്തി എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ഇന്നലെ വൈകിട്ട് പ്രാർത്ഥനയുടെ സമയത്തും പരിശുദ്ധാത്മാവ് അതേ അധ്യായത്തിൽ നിന്ന് വീണ്ടും ഒരു വാക്യം, അങ്ങനെ 2-3 ആവർത്തി ഒരു അധ്യായത്തിൽ നിന്ന് തന്നെ പല വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് അടിയുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് പകൽ നേരം കർത്താവ് സഹായിച്ചിട്ട് ആ അധ്യായം എടുക്കുവാനായിട്ട് ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്ന പോലെ നമുക്ക് പോകാം. നമ്മുടെ പ്ലാൻ അല്ലല്ലോ കർത്താവിന്റെ പ്ലാൻ. കർത്താവിന്റെ ആലോചന അനുസരിച്ച് പോകുവാൻ ഇടയായി തീരട്ടെ. നമ്മളുടെ ശ്രദ്ധ 2 കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായം 1
4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നു. 4-ാം അധ്യായം 3-ാം വാക്യം. ഓക്കെ, 2 മുതൽ വായിച്ചേ. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതുന്ന 2-ാം ലേഖനം തൻ്റെ അപ്പോസ്തോലിക ശുശ്രൂഷയെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും തൻ്റെ വിളിയെക്കുറിച്ചൊക്കെ സംശയിച്ച സഭ പലപ്പോഴും തമ്മിൽ അപ്പോസ്തോലന്റെ എല്ലാ ശുശ്രൂഷകളെക്കുറിച്ചും പലവിധമായ പരാമർശങ്ങളും പലവിധമായ എതിർപ്പുകളും സഭയ്ക്കകത്ത് ഉടലെടുത്തപ്പോൾ അതിനെല്ലാം ഒരു അന്ത്യം കുറിക്കേണ്ടതിനാണ് ഈ ലേഖനം പൗലോസ് കൊരിന്ത്യർക്ക് 2-ാമതായിട്ട് എഴുതുന്നത്. ഈ സഭയെക്കുറിച്ച് നമ്മൾ വളരെ ആഴത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കൊരിന്തിലെ അവസ്ഥ നമുക്ക് നല്ലപോലെ അറിയാം. കൊരിന്തിന്റെ സംസ്കാരം നമുക്കറിയാം. അതൊരു തുറമുഖ നഗരമായിരുന്നു. അനേക രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാര ശൃംഖലയായി നിലനിന്നിരുന്ന കൊരിന്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വാണിജ്യപരം മാത്രമല്ല, ആത്മീകപരമായി നോക്കിയാൽ അവിടെ നിലനിന്നിരുന്ന അവിടുത്തെ നിലനിന്ന ക്ഷേത്രങ്ങളും അവിടെ നിലനിന്ന ആരാധനകളെല്ലാം ശക്തമായ ഒരു മ്ലേച്ഛതയുടെ ഒരു അവസ്ഥയിലായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. ആമേൻ. നമുക്കറിയാം, എഫെസോസിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആഫ്രോഡൈറ്റിനെ ആരാധിക്കുന്നവര് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൊരിന്തിൽ വന്നു കഴിഞ്ഞാൽ കൊരിന്തിൽ പലവിധമായിട്ടുള്ള ആരാധനക്രമങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ ജീവിത ശൈലി തന്നെ വളരെ അധാർമികമായിരുന്നു. അപ്പോൾ അശുദ്ധിയും അധാർമികതയും വളരെ വർദ്ധിച്ചു വന്നു. നമ്മളിന്ന് സങ്കീർത്തനം കേട്ടപ്പോൾ നമ്മളിന്ന് ആദ്യം കേട്ടു അല്ലെ, സോതോമിന്റെ അനുഭവത്തെ കുറിച്ച് കേട്ടു, സോതോമിന്റെ ആ കൾച്ചർ കേട്ടു. നമ്മൾ വളരെ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് അവിടെ കണ്ടത്. അപ്പോൾ ദൈവം നശിപ്പിച്ചു കളയുവാനിരിക്കുന്ന സോതോമിന്റെ മണിക്കൂറുകൾ മുമ്പുള്ള ചരിത്രത്തെ നോക്കുമ്പോൾ അവിടെ കാണുന്ന കാര്യം, അവിടെ വളരെ അശുദ്ധമായ ജീവിത ശൈലിക്ക് ഉടമകളായിരിക്കുന്ന പൗരന്മാരാണ് അവിടെ കിടന്നിരുന്നത് മുഴുവനും. അവർ പകല് വളരെ മാന്യന്മാരായിട്ട് നടന്നാലും രാത്രിയിൽ അവരുടെ യഥാർത്ഥ പാപ സ്വഭാവമായിട്ട് അവിടെ അടുത്തു വരുന്നതാണ് കാണുന്നത്. പകൽ വേളയിൽ ആ നഗരത്തിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന വ്യക്തികളെ നോക്കി അവരുടെ യാത്രകൾ, അവരുടെ അവസ്ഥകൾ, അവരുടെ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചു നോക്കിയിട്ട് രാത്രിയിൽ മറ്റൊരു ഉദ്ദേശത്തോടു കൂടെ അടുത്തു വരുന്ന അധാർമികമായ അധപ്പതിച്ച ഒരവസ്ഥയാണ് സോതോമിന്റെ ചരിത്രം നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ ഇത് ചിന്തിച്ച വിഷയമായിരുന്നു. ഒരിക്കൽ നമ്മൾ അവിടെ ചിന്തിച്ചതായിരുന്നല്ലോ, ദൈവത്തിന്റെ ദൂതനെ സ്വർഗത്തിലെ ദൈവം അയക്കുമ്പോൾ ദൂതന് ചെല്ലുവാൻ അനുവാദമുള്ള എവിടം വരെയാണ്? സോതോമിന്റെ വാതിൽക്കൽ വരെയാണ് ചെല്ലാൻ അനുവാദമുള്ളൂ, സോതോമിന്റെ എൻട്രൻസ് വരെ. അപ്പോൾ അവിടെ ചെന്ന് നിന്ന് അവിടെ പറഞ്ഞു, രാത്രി ഞങ്ങൾ ഇവിടെ രാപ്പാർക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മടങ്ങിപ്പോരുവാനായിട്ട് അല്ലെങ്കിൽ ആ പട്ടണത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് തീരുമാനിച്ചിരുന്ന ദൂതന്മാരെ വീണ്ടും നിർബന്ധിച്ചാണെന്ന് ഓർക്കണം എവിടെ കൊണ്ടുവരുന്നത്? പട്ടണത്തിന്റെ അകത്ത് കൊണ്ടുവന്ന് ഈ ലോത്തിന്റെ ഭവനത്തിൽ താമസിപ്പിക്കുന്നത്. അങ്ങനെ രാത്രി താമസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പകല് കണ്ടോണ്ടിരുന്ന പലരും രാത്രി വേറെ രൂപത്തിലാണ് ലോത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, രാത്രി നേരങ്ങളിൽ വീടിന് ചുറ്റും വന്ന് നിന്നുകൊണ്ട് ആ വീട്ടിലുള്ളവരെ അവരുടെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടി അശുദ്ധിക്ക് വേണ്ടി ആകർഷിക്കാനും അവരെ വിളിച്ചു വരുത്തുവാനുമായിട്ട് വന്നു നിൽക്കുന്ന ഒരു ദുഷിച്ച അല്ലെങ്കിൽ ഇത്രത്തോളം മൃഗതുല്യമായ ഒരു സംസ്കാരമാണ് സോതോമിൽ കണ്ടത്. നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമായ ഒരു സംസ്കാരം സോതോമിൽ കിടക്കുകയാണ്. അപ്പോൾ ആ നിലവാരത്തിൽ കിടക്കുന്ന ജനത്തിന്റെ ഇടയിൽ നിന്ന്
ദൈവജനത്തെ വേർതിരിക്കുവാൻ, അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവനെ മാത്രം രക്ഷിക്കാതെ ചെന്നത്. അപ്പോൾ അവന്റെ കുടുംബമായിട്ട് അവിടുന്ന് രക്ഷ പ്രാപിക്കാൻ ഇടയായി തീർന്നു. ചുരുക്കിൽ പറഞ്ഞാൽ മനസ്സിലാക്കണം, സ്തോത്രം, അവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നവരല്ലാതെ വേറെ ആരും രക്ഷ പ്രാപിച്ചില്ല. മക്കൾക്ക് സ്വന്തം വിവാഹം കൊടുത്ത് കഴിപ്പിക്കുവാനിരുന്ന മരുമക്കളായി വരണ്ട രണ്ടുപേരെ അടുക്കൽ ചെന്ന് സംസാരിച്ചപ്പോൾ ഈ പട്ടണം നശിക്കാൻ പോകുന്നു, ഈ നഗരം നശിക്കാൻ പോകുന്നു, ദേശം നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് തോന്നുന്നത് കളി പറയുകയാണ്, വെറുതെ പറയുന്നതാണ്. ഇത് വെറുതെ പറയുന്നു, ഇതിന് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കത്തക്ക നിലവാരത്തിലായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ സോദോമ്യ സംസ്കാരം അവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും കാര്യമായി ബാധിച്ചിരുന്നു. മനസ്സിലാക്കണം, എല്ലാ വ്യക്തികളെയും ബാധിച്ചിരുന്നു. അപ്പോൾ ഒരു കാലത്ത് ഇത് നീരോട്ടമുള്ള ദേശമെന്ന് കണ്ട് ലോത്ത് യാത്ര ചെയ്ത് സോദോമിലേക്കായിരുന്നു, അല്ലേ? അല്ലെങ്കിൽ ഏതൻ തോട്ടം പോലെ ആയിരുന്ന സോദോമിലേക്ക് ലോത്ത് യാത്ര ചെയ്തപ്പോൾ ഇതൊന്നും ചിന്തിച്ചില്ല. അന്ന് ആ ലോകത്തിന്റെ സുഖം അവന്റെ പ്രോഗ്രസിന് വേണ്ടി മാത്രം അവൻ നിന്നുള്ളൂ. ഡെവലപ്മെന്റിന് വേണ്ടി, പ്രോഗ്രസിന് വേണ്ടി മാത്രം ലോത്ത് നിന്നു. ലോത്ത് യാത്ര ചെയ്തു, ലോത്ത് സോദോമിൽ ചെന്നു. വളരെ മനോഹരമായിരുന്നു. പക്ഷെ രണ്ട് മക്കൾ വളർന്നു വന്ന്, മനസ്സിലാക്കണം, അവരെ കാത്തു സൂക്ഷിച്ച് വളർത്തിക്കൊണ്ടുവന്നപ്പോൾ അതിന്റെ അന്ത്യത്തിലാണെന്ന് ഓർക്കണം അവിടുന്ന് പുറപ്പാട് വരുന്നത്. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ രണ്ട് മക്കളെ അവിടെ വളർത്തിക്കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? ലോത്ത്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ സഹോദരൻ, ലോത്ത് രണ്ടു മക്കളെയും എന്ത് ചെയ്തു? വളർത്തിക്കൊണ്ടുവന്നു. ഈ രണ്ടു മക്കളെ കുറിച്ച് അവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുമ്പോൾ അവിടെ വായിക്കുന്ന ചരിത്രം എന്താണെന്നറിയാമോ? പുരുഷൻ തൊടാത്ത രണ്ട് കന്യകമാരവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. എന്ത് മനസ്സിലായി? ഇത്രയും ദൂഷിച്ച ദേശത്ത് പുരുഷൻ തൊടാതെ അവരുടെ മക്കളെ സൂക്ഷിക്കാൻ അപ്പനെടുത്ത റിസ്ക് എത്ര വലുതാ! നിസാര കാര്യം. അതാണ് വേർപാടെന്ന് പറയുന്നത്. അതാണ് വേർപാട്. നീ സോദോമിലാ താമസിക്കുന്നെങ്കിലും നിന്റെ പ്രമാണം നിന്റെ മക്കൾക്കും പ്രമാണമായിരിക്കണം കേട്ടോ. എന്ത് മനസ്സിലായി? എന്നാ കേട്ടു? എന്നാ പുറിഞ്ചതാ വല്ലതും? ഹല്ലേലൂയ. അപ്പോ അവിടെ പുരുഷൻ തൊടാത്ത, അല്ലേ? നമ്മളൊന്ന് എടുക്കണോ? അത് അങ്ങോട്ട് തന്നെ വീണ്ടും കയറുന്നുണ്ട്. നമുക്കൊന്ന് എടുത്താലോ? സ്തോത്രം. അവിടെ വായിക്കുന്ന എന്താ? ഉൽപ്പത്തി പുസ്തകം നമുക്ക് ഇവിടെ വരണം, കൊരിന്ത്യർ ലേഖനത്തിന്റെ അകത്ത് വരണം. ചില വിഷയം അവിടെ ശക്തമായ ചില വിഷയങ്ങൾ പറയാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിന്റെ 18-ാം അധ്യായം, 19-ാം അധ്യായം, 19-ാം അധ്യായം. ഹല്ലേലൂയ. സ്വന്തം വാക്യം പറഞ്ഞോ? എത്രാം വാക്യം? അത് താഴോട്ടാ. അതില് എനിക്കുണ്ട്. കണ്ടോ? അവിടെ വായിക്കുന്ന വാക്യം ശ്രദ്ധിച്ചോ? പുരുഷൻ എങ്ങനെ സാധിച്ചു? അത് എങ്ങനെ സാധിച്ചു? അതാണ് ദൈവവചനത്തിൽ നിന്നാലുള്ള പ്രത്യേകത. അപ്പച്ചൻ സ്വർഗത്തിലെ ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധിയോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ പ്രമാണങ്ങൾ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ചൊവ്വില്ലാത്ത വഴിയിലൂടെ പോകാതെ ജീവിക്കുവാൻ സോദോമിലാണെങ്കിലും ലോത്തിന്റെ മക്കൾക്ക് സാധിച്ചു. മക്കളെ കുറിച്ച് സ്വന്തം അപ്പനും പ്രാഗൽഭ്യവും ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? വളരെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോ സോദോമിന്റെ അവസ്ഥ ഇതാണ്. അവിടെ ആരും രക്ഷപ്പെടുന്ന ദൈവത്തിന്റെ പ്രോഗ്രാമിലില്ല. എന്നാൽ ഉപദേശത്തിൽ നിന്ന ഈ മക്കളെ രക്ഷിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നാൽ അവിടെ ശ്രദ്ധിക്കണം, സ്വന്തം ഭാര്യയെ കുറിച്ച് അവിടെ പറയുന്നു, അല്ലേ? ലോത്തിന്റെ ഭാര്യയെ കുറിച്ച് അവിടെ പറയുന്നു. ലോത്തിന്റെ ഭാര്യയ്ക്ക് ഈ വചനങ്ങളൊന്നും അത്ര കണ്ട് അകത്ത് ക്രിയ ചെയ്തിട്ടില്ല. അകത്ത് കയറിയ ലോകം പോയിട്ടില്ല. അതുകൊണ്ട് കാഹളം ധ്വനിച്ചപ്പോൾ കണ്ണ് ഉയരത്തിലേക്കല്ല, താഴോട്ടാ പോയത്. മനസ്സിലാവുന്നുണ്ടോ? കാഹളം ധ്വനിച്ചപ്പോ കണ്ണ് ഉയരത്തിലേക്ക് പോയില്ല. നീ ഓടിപ്പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണ് അവിടെ ഇവിടെ എല്ലാം ഉടക്കി. നമ്മൾ ചിന്തിക്കണം കേട്ടോ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഇതുപോലെ കണ്ണ് അവിടെ ഇവിടെ ഒന്നും കയറി ഉടക്കരുത്. മനസ്സ് അവിടെ ഇവിടെ കയറി ഒന്നും ഉടക്കരുത്. അവന്റെ പിന്നിൽ നിന്ന്
തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. അടുത്ത അബ്രഹാം രാവിലെ എഴുന്നേറ്റ് താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. സോദോമിനും ഗോമോറയ്ക്കും ആ ദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി ദേശത്തിലെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടോ. എത്രാം വാക്യം വായിച്ചിപ്പം? 26 മുതൽ 19-26 മുതൽ. ഹല്ലേലൂയ. കണ്ടോ, അവിടെ വായിച്ച ഒന്നും കൂടെ വായിച്ച് 20 അബ്രഹാം രാവിലെ എഴുന്നേറ്റു താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്തു ചെന്നു. വളരെ ഗൗരവത്തോടെ വായിക്കണം കേട്ടോ. നമ്മൾ നമ്മുടെ കളിചിരിയായിട്ട് ഒരിക്കലും ഇരിക്കരുത്. വായിച്ചോ. അല്ല, ഞാൻ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. വായിച്ചോ. സ്തോത്രം. വായിച്ചോ. ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി ഭവിച്ചു. അബ്രഹാം രാവിലെ എഴുന്നേറ്റു താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. സോദോമിനും ഗോമോറയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി ദേശത്തിലെ പുക തീച്ചുളയിലെ പുക പോലെ പോകുന്നത് കണ്ടു. അപ്പൊ അവിടെ തലേ ദിവസം അവിടെ നിന്നൊരു സംഭാഷണം നടന്നു. പിറ്റേ ദിവസമായപ്പോൾ അവിടെ പുക പൊങ്ങുന്നാ കണ്ടത്. പുക പൊങ്ങും. ഹല്ലേലൂയ. ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവ പദ്ധതി വിട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പുക പൊങ്ങും കേട്ടോ. പുക പൊങ്ങും. അടുത്തത് വായിച്ചേ. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത. കണ്ടോ, അവിടെ വായിക്കുന്ന എന്താണ്? അബ്രഹാമിനെ ഓർത്തു. കണ്ടോ, അബ്രഹാമിനെ ഓർത്തു. അപ്പൊ ദേശത്ത് അനർത്ഥം വരുമ്പോൾ അവിടെ വായിക്കുന്ന എന്താണ്? ആ പ്രദേശം നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. അടുത്തത് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയാൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് കണ്ടോ. അപ്പോ സ്തോത്രം, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് അവിടെ നാശം വരുമ്പോൾ ദൈവം ഓർക്കുന്നുണ്ട്. നിന്റെ ദേശത്ത് ഒരു അനർത്ഥം വരുമ്പോൾ രക്ഷിക്കപ്പെട്ടവനും അഭിഷേകം പ്രാപിച്ചവനും ദൈവത്തിന്റെ കൃപയിലുമായിരിക്കുന്ന നിന്നെ സ്വർഗം ഓർക്കും കേട്ടോ. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ തിരിച്ചറിയണം. ഇത് സംഭവിക്കുന്നതിന്റെ കാര്യം വെറുതെ 2 ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യം, അവിടെ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിന്ന ഒരുവന് വേണ്ടിയാണ് ദൈവം അവിടെ പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. 4:2 ഒന്ന് വായിച്ചേ. ലജ്ജാകരമായ രഹസ്യങ്ങളെ വായിക്കുന്നില്ലെങ്കിൽ ആ മൈക്ക് ഇങ്ങോട്ട് കൊണ്ട് കൊടുക്ക്, വായിക്കട്ടെ. അല്ല, അതുകൊണ്ട് കൊണ്ട് കൊടുക്ക്, വായിച്ചേ. ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രവഹിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. ഇതുകൊണ്ട് അവിടെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും, അടുത്തത് വായിക്കുന്നത് ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇവിടെ പൗലോസ് ഇത് പറയാൻ കാരണം എന്നാണെന്നറിയാവോ? അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെട്ട വചനങ്ങൾ ഒന്നും തന്നെ മൂടി വെച്ചല്ല ജീവിച്ചത്. അത് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് താൻ ബലപ്പെട്ടു. തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ആർക്കാണ് ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിക്കാതിരിക്കാൻ കഴിയുന്നുണ്ട്? ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചവർക്ക് ഒരിക്കലും വചനം മൂടി വെക്കാൻ കഴിയത്തില്ല. വചനം ആരെങ്കിലും മൂടി വെക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, അതിന്റെ പിന്നിൽ ദൈവത്തോടുള്ള നല്ല മനസാക്ഷി പോയി. നല്ല മനസാക്ഷി പോയതുകൊണ്ടാണ് അവർക്ക് ബോധിച്ച വഴിയിലൂടെ അവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന കാര്യം എന്താണ്? എന്നാൽ ഞങ്ങളുടെ സുവിശേഷം, അടുത്ത വാക്യം വായിച്ചേ. ഇവിടെ വായിച്ചേ 4 എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ. അപ്പോൾ ശ്രദ്ധിക്കണം, മറഞ്ഞിരിക്കുന്ന ചിലരുണ്ട്.
അവർക്കത് വെളിപ്പെടത്തില്ല, അവർക്കത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നശിച്ചു പോകുന്നവരുടെ ഇടയിലാണെന്ന് ഓർക്കണം ജീവൻ പ്രാപിക്കേണ്ടവൻ നിലനിൽക്കുന്നത്. സോദോമിലായിരിക്കുന്നവൻ അളളിയ ലോത്ത്, അളളിയ സ്തോത്രം പാപ സ്വഭാവത്തിൽ ഇരിക്കുന്നവരുടെ നടുവിൽ യേശുവിന്റെ രക്തം മുഖാന്തരം ജയം പ്രാപിക്കണം. മനസ്സിലാകുന്നുണ്ടോ? യേശുവിന്റെ രക്തം മുഖാന്തരം ജയം പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ വായിക്കുന്നത്, ഞങ്ങളുടെ സുവിശേഷം മറങ്ങിയിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ നശിക്കുന്നുണ്ടോ, സ്തോത്രം ഹല്ലേലൂയ, ജീവിക്കുന്നുണ്ടോന്ന് അറിയാൻ ജീവന്റെ വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടോ നോക്കിക്കോണം. ഹല്ലേലൂയ. ചില ജീവിതങ്ങള് ഇതുപോലെ പാപത്തിലിരിക്കും, അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലില്ലാതെ സ്തോത്രം ഹല്ലേലൂയ ഉണങ്ങി വരേണ്ട ചില ജീവിതങ്ങളുണ്ട്. ഇന്ന് പകലുവേള സ്വർഗത്തിലെ ദൈവം അവിടെ ഇടപെടും. വായിച്ച അടുത്ത വാക്യം വായിച്ചേ. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ കണ്ട തേജസ്സുള്ള സുവിശേഷം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നാം ഈ പ്രസംഗിക്കുന്ന ജീവന്റെ വചനത്തിന് പ്രകാശമുണ്ട്. ഇത് വെറും വാക്കുകളല്ല. ഹല്ലേലൂയ. ഇത് വെറും എന്താ പറയുന്ന വാക്കുകൾ കൊണ്ടുള്ള ഒരു അമ്മാനമാടുന്ന പരിപാടിയല്ല. പിന്നെ എന്നാ ഇതിന്റെ അകത്ത് നടക്കുന്നത്? വചനം വെളിപ്പെടുമ്പോൾ ഇവിടെ വെളിച്ചം വ്യാപരിക്കുന്നുണ്ട്, ജീവന്റെ വെളിച്ചം വ്യാപരിക്കുന്നുണ്ട്. ആ വെളിച്ചം നമുക്ക് മനസ്സിലാകണമെന്നുണ്ട്, നമുക്ക് ഇച്ചിരി കയറി വായിക്കണം. അതിന് 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ അവിടെ വരുമ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷ, തേജസ്സിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുകയാണ്. ഈ തേജസ് പ്രകാശിക്കുന്നുണ്ട്. ഈ തേജസ് പ്രകാശിക്കുമ്പോൾ ഇത് വെളിപ്പെടാതെ വണ്ണം ചിലരുടെ ഹൃദയത്തിൽ വീണ് കിടക്കുന്ന ചില വിഷയം കിടപ്പുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതവിടെ വായിക്കുന്നത് അവിടെ സ്തോത്രം അതിന്റെ 13-ാം വാക്യം മുതൽ വായിച്ചേ. ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുകൂടം. നിങ്ങൾ ശ്രദ്ധിച്ചേ, അടുത്ത ആഴ്ച മുതൽ മറ്റേ ബൈലിംഗിൽ കൊണ്ടാ വായിക്കണം കേട്ടോ. അത് കാണാൻ, അതല്ലേ ഇരിക്കുന്നത്, ഇപ്പുറത്തിരിക്കുന്നത്, അതിനെ അവിടെ കാണാൻ വെച്ചേക്കുന്നത്. ഇപ്പോ ഇത് വായിക്കേ, ഇന്നുകൊണ്ട് ഇത് അവസാനിപ്പിച്ചേക്കണം. ചേഞ്ച് വരണ്ട, എല്ലാ മേഖലയിലും ചേഞ്ച് വരണം. വായിച്ചേ. ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതായ. എത്രാം വാക്യം വായിക്കുന്നേ? 8-ാം വാക്യം. ഞാൻ വായിക്കാൻ പറഞ്ഞത് എത്രയാ? ഇവിടെ നാട്ടുകാരെല്ലാം കണ്ടോണ്ടിരിക്കുക, അത് ഇവിടെ മര്യാദയ്ക്ക് വായിക്കുക, ശ്രദ്ധിക്കുക. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ. എത്രാം വാക്യം വായിക്കുന്നേ? അത് 7-ാമത്തെ വാക്യം. അങ്ങോട്ടൊന്നും പോകണ്ടത്, ഞാനിവിടെ 13-ാം വാക്യം വായിക്കാൻ പറഞ്ഞേ. 7 മുതൽ വായിക്കേ. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എന്നാൽ കല്ലിൽ അക്ഷരമായി കുത്തിയിരിക്കുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതാണെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ. ശരിയായിട്ട് വായിക്കേ, ഇത് ഭയങ്കര മോശമായത്. തേജസ്സുള്ളതാണെങ്കിൽ MD ഉള്ള ആളാ, ബൈബിള് വായിക്കാൻ അറിയത്തില്ല. വായിക്കേ. തേജസ്സുള്ളതെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതായില്ലയോ? അവിടെ വായിക്കുന്നത് സ്തോത്രം, ഇവിടെ 2 ശുശ്രൂഷകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ന്യായപ്രമാണത്തിന്റെ കീഴിൽ അക്ഷരത്തിന്റെ ശുശ്രൂഷയും ആത്മാവിന്റെ ശുശ്രൂഷയും, ഇങ്ങനെ 2 ശുശ്രൂഷ. കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ടതോടുകൂടെ ന്യായപ്രമാണത്തിന്റെ ഒടുവിൽ അവൻ തകർക്കപ്പെട്ടതുകൊണ്ട് സ്വന്തം ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങൾക്കെല്ലാം പൂർത്തി വന്നു. ഇനി ന്യായപ്രമാണത്തിന്റെ ഒരു പ്രവർത്തികൾ കൊണ്ട് ഒരുവനും നീതീകരണമോ ഒന്നും സംഭവിക്കുന്നതിന്റെ കാര്യം യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ മാത്രമാ നീതീകരണമുള്ളൂ. അപ്പോൾ സ്തോത്രം, ഈ കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ പാപത്തിന് പരിഹാരത്തിന് ലോകത്തിൽ വരുന്നതിന് മുമ്പ് സ്തോത്രം
ഈ ഭൂമിയിൽ സ്തോത്രം മോശയ്ക്ക് 10 കൽപ്പനയാകുന്ന രാജകീയ ന്യായപ്രമാണം ലഭിച്ചിരുന്നു. ദൈവത്തിന്റെ കൈവിരലുകൾ കൊണ്ട് എഴുതപ്പെട്ട രാജകീയ കൽപ്പനകൾ. ആ കൽപ്പനകൾ സ്തോത്രം അത് പ്രാപിക്കുവാൻ മോശ ഹോരേബിൽ കയറി ചെന്ന് അവിടെ ദൈവത്തോടുകൂടെ 40 രാവും 40 പകലും ഇരുന്ന് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖത്ത് നോക്കുവാൻ കഴിയാത്ത സ്തോത്രം തേജസ്സായിരുന്നു മോശയുടെ മുഖത്തുണ്ടായിരുന്നത്. ആ മുഖത്തുള്ള തേജസ്സിന് കാരണം തനിക്ക് ലഭിച്ച പ്രമാണം അക്ഷരികമായ പ്രമാണമായിരുന്നു. അല്ലെങ്കിൽ ലോകത്തിൽ ജനത്തെ നയിക്കേണ്ടതിന് സ്തോത്രം ഹല്ലേലൂയ ന്യായപ്രമാണം ലൗകികമായിരുന്നു. അപ്പൊ ലൗകികമായി ലഭിച്ച പ്രമാണം സ്തോത്രം ലോകത്തിലുള്ള സ്തോത്രം മനുഷ്യരെ സ്തോത്രം മോറലി നടത്തുവാൻ പ്രാപ്തിയുള്ളതായിരുന്നു. പക്ഷേ അവരെ ആത്മാവിൽ നടത്തുവാനോ അവരുടെ പാപത്തിന് പരിഹാരം വരുത്തുവാനോ അവരുടെ ഹൃദയത്തിൽ ജീവനുള്ള ദൈവം വസിച്ചുകൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ഇതിനൊന്നും പ്രാപ്തമല്ലായിരുന്നു ന്യായപ്രമാണം. എന്നാൽ ഈ പ്രമാണം ലഭിക്കേണ്ടതിന് ദൈവസന്നിധിയിലേക്ക് കയറി ചെന്ന മോശ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം പ്രാപിച്ചപ്പോൾ ഹല്ലേലൂയ മോശയുടെ ത്വക്ക് പ്രകാശിച്ചു. കാര്യം ജീവനുള്ള ദൈവം നേരിട്ട് ഇറങ്ങി വന്നതാണ് ആ മലയിൽ കാണുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രമാണങ്ങളെ പ്രാപിച്ചപ്പോൾ തന്റെ ത്വക്ക് പ്രകാശിച്ചു. ഹല്ലേലൂയ. അവിടെ വായിച്ചേ, ആ ഭാഗം വായിച്ചേ. വായിച്ചേ. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന, എത്രാം വാക്യം വായിക്കുന്നേ? 7-ാം വാക്യം. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മരണശിക്ഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കി കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ദൈവജനം മുഴുവനും ഇസ്രായേൽ മക്കൾ മുഴുവനും ഭാരപ്പെട്ടിരിക്കുക. കാരണം എന്നാ അവിടെ വായിക്കുന്ന എന്താണ്? കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷയ്ക്ക് നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖം നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ. അപ്പോൾ മനസ്സിലാക്കണം, ജീവിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയല്ലായിരുന്നു ന്യായപ്രമാണം എന്ന് പറയുന്നത്, മരണത്തിന്റെ ശുശ്രൂഷയായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നവൻ ജീവിക്കും, എന്നാൽ സ്തോത്രം നിത്യജീവനായിട്ടുള്ള ഒരു പ്രമാണമല്ലായിരുന്നു അത് ലംഘനങ്ങൾക്കായിട്ട് ഏൽപ്പിക്കപ്പെട്ട പ്രമാണമായിരുന്നു ന്യായപ്രമാണം എന്ന് പറയുന്നത്. ലംഘനങ്ങൾക്കായിട്ട് ഏൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാതിരുന്നാൽ അത് ലംഘനമായി സ്വതം നിലനിൽക്കുന്നു, മരണശിക്ഷയ്ക്ക് സ്വതം ഏൽപ്പിക്കപ്പെടുന്നതായിരുന്നു. അപ്പോൾ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ സ്തോത്രം മോശയുടെ മുഖം തേജസ് പ്രാപിക്കത്തക്ക നിലവാരത്തിൽ ശ്രേഷ്ഠമായിരുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പൊ ദൈവത്തിൽ നിന്ന് മരണകരമായ കൽപ്പനയാ ലഭിക്കുന്നതെങ്കിലും അതും തേജസ് ഉള്ളതാണ്. മനസ്സിലാക്കണം, മരണകരമായ ശുശ്രൂഷയാ ലഭിക്കുന്നതെങ്കിലും മരണകരമായ കൽപ്പനയാ ലഭിക്കുന്നതെങ്കിലും അതും തേജസ്സുള്ളതായിരിക്കും. കരങ്ങൾ തീർത്ത മൗതപ്രതിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അപ്രകാരമാണെങ്കിൽ അടുത്ത വാക്യം വായിക്കുന്നത് എത്രാം വാക്യം വായിക്കുന്നേ? 7-ാം വാക്യമല്ലേ വായിച്ചേ? എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കി കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ള. അപ്പൊ ആത്മാവിന്റെ ശുശ്രൂഷ, ആത്മാവിനെ നമ്മൾ പ്രാപിച്ചത് ഹൃദയത്തിലാണ്. ഹൃദയത്തിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിച്ച് ഹല്ലേലൂയ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് പ്രവർത്തിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നതാണ് ആത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, രക്ഷിക്കപ്പെട്ടവന്റെ ശരീരത്തിൽ ഒരു തേജസ്സും കാണാനില്ല, അല്ലേ? നമ്മുടെ പഴയ ശരീരം മാത്രമേ ഉള്ളൂ. പക്ഷെ ആത്മാവ് രക്ഷ പ്രാപിച്ചു. നമ്മുടെ ആത്മാവിനെ കാണാൻ കഴിയുന്ന ഒരു കണ്ണ് നമുക്കുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് ശോഭാപൂർണനായി ശോഭിക്കുന്നത് നമുക്ക് കാണുവാൻ ഇടയായി തീരും. മനസ്സിലാവുന്നുണ്ടോ? നിസ്സാര കാര്യമല്ല. അപ്പോൾ നമ്മുടെ മർത്യമായ മുഖം ഹല്ലേലൂയ വാടിയും കരിഞ്ഞും ഉണങ്ങിയും ഒക്കെ ഇരിക്കും. കാര്യം ഈ ജഡത്തിന്റെ അവസ്ഥകൾ അവസാനിപ്പിച്ച് അകമയുള്ള മനുഷ്യൻ നാൾക്ക് പുതുക്കം പ്രാപിക്കുന്ന പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയാണ് ഹല്ലേലൂയ ഈ തേജസ്സിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ
സഹോദരൻ, ഇവിടെ മോശയുടെ മുഖം പ്രകാശിച്ചപ്പോ എല്ലാവരും പറഞ്ഞു, അയ്യോ മുഖത്തൊരു തുണിയിടോ, ഞങ്ങൾക്കൊക്കെ കാണാൻ മേലെ, അതിന്റെ മുമ്പിൽ ഇരിക്കാൻ മേലെ എന്ന് പറയുന്ന ഇസ്രായേൽ മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, അതിലും തേജസ്സാകട്ടോ. ഹല്ലേലൂയ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയാകുന്ന തേജസ്സിന്റെ ശുശ്രൂഷ ആരെങ്കിലും ഹല്ലേലൂയ ഒരു ആത്മ കണ്ടുകൊണ്ട് നമ്മളിൽ ശോഭിക്കുന്ന ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ അത് കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്ര ശ്രേഷ്ഠമായ തേജസ്സായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഉള്ളത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആത്മാവ് രക്ഷ പ്രാപിച്ചത് കൊണ്ടാണ് നമ്മൾ അവന് വേണ്ടി നിൽക്കുന്നത്. നമുക്ക് ഈ ലഭിച്ച പ്രാഗൽഭ്യം, ധൈര്യം, ദൈവശക്തിയൊക്കെ ദൈവാത്മാവിന്റെ വരങ്ങളാണ്. അത് നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രമേൽ ആശ്വാസവും സമാധാനവും അനുഭവിക്കുന്നത്. കാര്യം നമ്മളിൽ ഒരുവൻ ഇരുന്ന് പ്രകാശിക്കുന്നുണ്ട്. ആ പ്രകാശിക്കുന്നവന്റെ വളരെ തേജസ് എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ മോശയുടെ മുഖത്ത് കണ്ട തേജസ് കണ്ടിട്ട് അവന്റെ മുഖത്ത് തുണിയിടുവാൻ പറഞ്ഞ് എല്ലാവർക്കും ഭയം വന്നെങ്കിൽ ഇന്ന് ആരും നമ്മളെ കണ്ട് ഭയപ്പെടുന്നില്ല. എങ്കിൽ അവിടെ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. മനസ്സിലാവുന്നുണ്ടോ? അത്ര ശ്രേഷ്ഠമാണ് ആ പദ്ധതി. വായിച്ചാട്ടെ. മോശയുടെ മുഖാദേശ നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ. കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കണേ, ആത്മാവിന്റെ ശുശ്രൂഷ. ആത്മാവിന്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർക്ക് ഈ അനുഭവവേദ്യമായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ തേജസ് അകത്തു നിന്നും പുറപ്പെടുന്നുണ്ട്. ഇത് പുറപ്പെടുന്നുണ്ട്. ആത്മാവ് വെളിപ്പെടുത്തുന്ന വചനങ്ങളാൽ പുറപ്പെടുത്തുന്നു, ദർശനങ്ങളാൽ അത് വെളിപ്പെടുന്നു. ഒരുവനെ ആത്മീകമായി വളർത്തിയെടുക്കുന്നു. ഹല്ലേലൂയ. ഇത് നമ്മൾ വായിക്കുമ്പോൾ ഇതിന്റെ കൂടെ വായിക്കേണ്ട മറ്റൊരു ഭാഗമുണ്ട്. കൊലോസ്യ ലേഖനം. ഹല്ലേലൂയ, വേഗം എടുക്കണം കേട്ടോ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാട്ടെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. ഇവിടെ വായിക്കട്ടെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. MDVRനെ കൊലോസ്യ ലേഖനം അറിയത്തില്ല എവിടെയാന്ന്. എടുത്ത് വേഗം കൊടുക്ക്. ഹല്ലേലൂയ, അന്യാഗ്നി എന്നെ കൊണ്ട് കത്തിപ്പിക്കരുത് ഇവിടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. കൊലോസ്യ ലേഖനം എവിടെ കിടക്കുന്നേ? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം, കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത്, ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ. ഇതെങ്ങനെ സാധിക്കും? അഭിഷേകം നിന്റെ ഹൃദയത്തിൽ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിനക്ക് ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകും. ഇതുവരെ ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ കഴിയുന്നില്ല, മനസ്സിലാക്കിക്കോളും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിലുണ്ടോ? നീ ഉയരത്തിലുള്ളതാണോ ചിന്തിക്കുന്നത്? നിന്റെ നിത്യമായ വാസസ്ഥലത്തെ കുറിച്ചാണോ നീ ചിന്തിക്കുന്നത്? വായിച്ചേ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ. ഹല്ലേലൂയ. കരങ്ങൾ തീർത്തൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്താണ്? ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഹല്ലേലൂയ. അതിനൊരു ഒത്തിരി കാര്യങ്ങൾ ഇത് പറയാനുണ്ട്. ഉയരത്തിലുള്ളത് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ പലരും അന്വേഷിക്കുന്നില്ലെന്നുള്ള തെളിവ് ഈ അധ്യായത്തിൽ കിടപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് വരണം. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, നമുക്കിവിടെ ഇത് മറഞ്ഞു പോകരുത്. ഇത് നമ്മുടെ കയ്യിൽ കാണണം. നമ്മൾ വായിച്ച 2 കൊരിന്ത്യരിലേക്ക് നമ്മൾ വരണം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നത്. ഹല്ലേലൂയ. നമുക്ക് കൊലോസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം നമ്മൾ വായിച്ചത്. അവിടെ വായിക്കുന്നത് അതിന്റെ 8-ാം വാക്യം, ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ള ആകില്ലോ, ശിക്ഷാവധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അടുത്തത്, അതേ
തേജസ്സോട് കൂടി ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി. അല്ലേ? കാരണം എന്താ? നാം അകമേ പ്രാപിച്ച തേജസിന്റെ മഹത്വം നമ്മൾ ആത്മാവിൽ അനുഭവിക്കുകയാണ്. മോശയുടെ മുഖം മാത്രം തൊക്കി ഇങ്ങനെ പ്രകാശിച്ചിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ എല്ലാവരും അയ്യോ മോശയുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അതിശയം കൊണ്ടു. എന്നാൽ ഇന്ന് രക്ഷിക്കപ്പെട്ടൊരു ദൈവമക്കൾക്കറിയാം, പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ദൈവമകൻ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അനുഭവിക്കുന്ന സുഖം, ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന നിറവ്, ഇത് സ്തോത്രം മോശയുടെ മുഖത്ത് ആളെ മുഖത്തിന് തോക്ക് പ്രകാശിക്കുന്ന പോലെ ഒരു പരിപാടിയല്ല ഇത്. ഇത് നമ്മൾ അനുഭവിക്കുകയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നത് നമ്മൾ അനുഭവിക്കുകയാണ്. അല്ലേ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുകയാണ്. അല്ലേ? ഹല്ലേലൂയ. അവിടെ വായിക്കുന്നുണ്ട് അതിന്റെ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം, സ്തോത്രം 1-ാം അധ്യായം അതിന്റെ സ്തോത്രം അതിന്റെ 26-ാം വാക്യം ഒന്ന് വായിച്ചേ. 1:26. അത് പൂർവകാലങ്ങൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ? നമുക്ക് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മളിൽ ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ്. അപ്പൊ വായിച്ച അടുത്ത വാക്യം. വെളിപ്പെട്ടിരിക്കുന്നു ജാതികളുടെ ഇടയിൽ, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമ, അതായത് യഹൂദന്മാർക്ക് മാത്രമല്ല ഭൂമിയിലെ സകല ജാതികളോടും സ്വർഗത്തിലെ ദൈവത്തിന് അറിയിക്കുവാൻ ഒരു കാര്യമുണ്ട്. തലമുറയായിട്ട് നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞു കിടന്ന കാര്യമാണ്. ഇന്ന് ഞാനിവിടെ ശുശ്രൂഷിക്കുമ്പോ എനിക്കൊരു 4, 5, 10, 20 തലമുറ പുറകോട്ട് ഒരു മനുഷ്യന് പോലും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ക്രിസ്തു യേശുവിൽ വീണ്ടും ജനിക്കുന്ന ഒരു തലമുറ വരുമെന്ന് അവർക്കാർക്കും അറിയത്തില്ല. എനിക്ക് മുമ്പുള്ള ബ്ലഡ് ലൈൻ കട്ടാക്കിയത് എങ്ങനെയാണ്? എന്റെ മുമ്പിലുള്ള ബ്ലഡ് ലൈൻ എങ്ങനെയാണ് കട്ടായി പോയത്? അവിടെ എനിക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത് കാൽവറിയിൽ ഊറ്റപ്പെട്ട യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടു. അങ്ങനെ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ വകയായി തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അബ്ബാ പിതാവേ എന്ന് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ അളവിയെ പ്രാപിക്കുന്ന ആത്മീക മർമ്മങ്ങളുടെ കാരണം നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത് അതിൽ ക്രൂശിൽ തകച്ച് നമ്മുടെ നടുവിൽ നിന്നും മാറ്റിക്കളഞ്ഞു. അത് നിമിത്തമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ആത്മീക സന്തോഷവും ആത്മീക നന്മകളുടെയും പിന്നിൽ നമുക്ക് വേണ്ടി ഒരുത്തൻ തകർക്കപ്പെട്ടു എന്നുള്ള സത്യം തലമുറകളായി മറഞ്ഞു കിടന്നിരുന്നു. എന്നാൽ അടുത്ത വാക്യം വായിച്ചേ. മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവിടെ സ്തോത്രം, ആ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം. അവരോട് ജാതികളുടെ ഇടയിൽ, ഈ ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം, ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിക്കുവാൻ. കണ്ടോ? നമ്മുടെ കർത്താവിന്റെ ഇഷ്ടം എന്നാണെന്നറിയാമോ? ജാതികൾ അറിയണം. നിങ്ങളിൽ ചിലരെ തെരഞ്ഞെടുക്കുന്നു. നിങ്ങൾക്ക് മുമ്പുള്ള പൂർവികർ പലരും ഈ ഈ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കാതെയും ഇത് തിരിച്ചറിയാതെയും രക്ഷ അനുഭവിക്കാതിരിക്കുമ്പോൾ തലമുറയായി മറഞ്ഞു കിടന്ന മർമ്മം എന്താണ് ഇവിടെ വായിക്കുന്നത്? വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ തുടർന്ന് വായിക്കുന്നു. അവിടെ കിടന്ന് എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. അടുത്ത് ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശ, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശ, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവരിൽ ഇരിക്കുന്നു, അഭിഷേകം പ്രാപിച്ചവരിൽ ഇരിക്കുന്നു, വീണ്ടും ജനിച്ചവരിൽ ഇരിക്കുന്നു. ദൈവത്തിന്റെ വചനം വസിക്കുന്നവരിൽ ക്രിസ്തു വസിക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തു വസിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കണം, സകലത്തെയും കൽപ്പിച്ചാക്കിയവന് സകലത്തിന് ഉടയവനാകുന്ന പരിശുദ്ധനാകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ഇതാർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല.
ജാതികളോട് സ്വന്തം ജാതീയ ലോകത്തോട് സംസാരിച്ചാൽ അവർക്ക് ദൈവത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് ഇത്രയേ ഉള്ളൂ. അവരുടെ കാര്യങ്ങൾ സമയത്ത് നടത്തി തരുന്ന ആദ്യ അന്തമില്ലാത്തൊരു ശക്തി ഇത്രേ അവർക്ക് അറിയത്തുള്ളൂ. അവരുടെ കാര്യങ്ങൾക്ക് മുടക്കമില്ലാതെ ഈ ലോകത്തിൽ ചെയ്തു തരണം. ഇതല്ല നമ്മുടെ ദൈവം. നമ്മൾക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നമ്മളെ നിത്യനായി രക്ഷിച്ച ദൈവം അവന്റെ ഭവനത്തിൽ നമ്മളെ ചേർക്കുവാൻ നമ്മളിൽ അവന്റെ പുത്രൻ വസിക്കുന്ന പദ്ധതിയാണ് ക്രിസ്തു മാർഗം എന്ന് പറയുന്നത്. അത് ഭൂമിയിലുള്ള ഒരു ജാതീയ മാർഗങ്ങളുമായിട്ടോ മതങ്ങളുമായിട്ടോ ഒരു ബന്ധവുമില്ല. വായിച്ചേ. എന്നുള്ളത് തന്നെ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. കാരണം ഇവിടെ വായിക്കുന്ന എന്താണ്? അവനെ നിങ്ങൾ അറിയുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ നമ്മെ ഇതിന് പ്രാപ്തനാക്കുന്നത് ആരാ? നമ്മളിൽ വസിക്കുന്നവനാണ് നമ്മളെ പ്രാപ്തമാക്കുന്നത്. ഹല്ലേലൂയ. ഇതുവരെ നമ്മൾ ഭീരുത്വത്തിന് കീഴിലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് നമ്മൾ അബ്ബാപിതാവിൻ സ്വപുത്രന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ധൈര്യത്തിന്റെ, ശക്തിയുടെ, സ്നേഹത്തിന്റെ, സുബോധത്തിന്റെ ആത്മാവാണ് നമ്മൾ വസിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മെ അതിന് പ്രാപ്തനാക്കുന്ന പരിശുദ്ധൻ നമ്മളിൽ വസിക്കുന്നെങ്കിൽ നമ്മെ ജയോത്സവമായി സ്വർഗം നമ്മൾ നടത്തുകയും ചെയ്യും. കൈകൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പകർന്നേരം ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ മുമ്പേ നമ്മൾ എങ്ങനെയായിരുന്നു? നാം മുമ്പേ അന്ധത ബാധിച്ചവരായിരുന്നു, അല്ലേ? അവിടെ വചനം വായിക്കുന്നത് എങ്ങനെയാണ്? അവിടെ വായിക്കുന്നത്, എന്നാൽ സ്തോത്രം ഞങ്ങളുടെ സുവിശേഷം മറങ്ങിയിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ എന്ന് പറഞ്ഞ സുവിശേഷം എന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഹല്ലേലൂയ നിന്നിൽ ഇരിക്കേണ്ടതിന് നിന്റെ പാപം വഹിച്ച് ഒരിക്കലായി മരിച്ചു. അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇന്നേക്ക് 2000 വർഷം മുമ്പ് പാപത്തിന് പരിഹാരം കാൽവറി മരണത്താൽ വന്നുവെങ്കിൽ ഇന്ന് അവനിൽ വിശ്വസിക്കുന്നവന് ഹല്ലേലൂയ ക്രിസ്തു വസിക്കുകയാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കണം, നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം നമ്മളിൽ വസിക്കുന്നവൻ നമ്മളിൽ ഇരുന്നു കൊണ്ട് സ്വർഗീയ പിതാവിന്റെ പദ്ധതി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് പിതാവിന്റെ ഇഷ്ടം ചെയ്തു. ഇന്ന് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ടായിരിക്കുന്നത്. പിതാവിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. എങ്ങനെ ഇത് സംഭവിക്കും? ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ അത് സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നിടത്തോളം ഹല്ലേലൂയ നമ്മളിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറിക്കൊണ്ടായിരിക്കുന്നത്. കാര്യം ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ അടുത്ത്. കിട്ടിയോ? പോയോ? കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം വായിക്കാം. സ്തോത്രം. അവിടെ ഇവിടെയും കൂടെ കണക്ട് ചെയ്തല്ലോ വായിക്കുന്നത്. സ്തോത്രം. അതിന്റെ 13-ാം വാക്യം വായിച്ചാട്ടെ. ഞാൻ വിശ്വസിച്ചു. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 13-ാം വാക്യം. നീങ്ങിപ്പോകുന്നതിന്റെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണത്തക്കവണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപട ഇട്ടതുപോലെ. മൂടുപട ഇട്ടതുപോലെ അല്ല. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടുപോയി. ഇവിടെ ശ്രദ്ധിക്കണം, അവരുടെ മനസ്സ് കഠിനപ്പെട്ടുപോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ കഠിനപ്പെട്ടുപോയ മറ്റൊരു കാര്യം കൂടെ കാണാൻ സാധിക്കും. എന്താണെന്നറിയാമോ? എഫേസ്യ ലേഖനം എടുത്തേ. എഫേസ്യ ലേഖനത്തിന്റെ അകത്ത് നമ്മൾ വായിച്ചു 4-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ അകത്ത് അതിന്റെ 18-ഉം 19-ഉം വാക്യം ഒന്ന് വായിച്ചേ. എഫേസ്യ ലേഖനം 4-ന്റെ 18-ഉം 19-ഉം വായിച്ചേ. വായിക്ക്. ഇവിടെ വായിക്ക്. സ്തോത്രം. എന്നിവിടെ ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല ഇനി മുതല്. വായിച്ചേ. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം വായിച്ചേ. ശ്രദ്ധിക്കണം, അവരെ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം. കണ്ടോ? ഹൃദയ കാഠിന്യ നിമിത്തം. അപ്പൊ ഇസ്രായേൽ മക്കളുടെ പ്രശ്നം എന്താണെന്നറിയാം? ഹൃദയം കഠിനപ്പെട്ടുപോയി. അത് അവരുടെ പ്രശ്നം. ഹൃദയം കഠിനപ്പെട്ടുപോയി. അപ്പോൾ ഈ ഇസ്രായേൽ മക്കളും ജാതികളും തമ്മിൽ വ്യത്യാസമില്ലെന്ന് മനസ്സിലായോ? മോശ ദൈവത്തിന്റെ തേജസ് കണ്ടു, മുഖം പ്രകാശിച്ചു, രാജകീയ ന്യായപ്രമാണം അവർക്ക് കിട്ടി. അവരത് അനുസരിക്കാൻ സ്തോത്രം നിർബന്ധിക്കപ്പെട്ടവരായിരുന്നു. പക്ഷെ അവരതിനെ അനുസരിച്ചില്ല.
ഇസ്രായേൽ മക്കൾ അത് അനുസരിച്ചില്ല. അപ്പൊ ഇസ്രായേൽ മക്കൾ അത് കാണാതെ വന്നത് എന്ത്? മോശയുടെ മുഖത്ത് അവിടെ മറയ്ക്കേണ്ട, അവിടെ തന്നെ വായിച്ചാൽ എവിടെ ഞാൻ വായിക്കാം. അവിടെ വായിക്കാൻ നീങ്ങിപ്പോകുന്ന അന്തരം ഇസ്രായേൽ മക്കൾ കാണാതെ വന്ന മോശ തന്റെ മുഖത്ത് മൂടുപടം വിട്ടതുപോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടുപോയി. എന്താ സംഭവിച്ചേ? പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെയും ഇരിക്കുന്നുവല്ലോ. അപ്പോൾ മനസ്സിലാക്കണം, ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിലേക്ക് സ്തോത്രം ഒരു മൂടുപടം കിടപ്പുണ്ട്. കഠിനപ്പെട്ട ഹൃദയം, ക്രിസ്തുവിലേക്ക് തിരിയാൻ മനസ്സില്ലാത്തവന്റെ ഹൃദയം കഠിനപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ജാതികളിലേക്ക് നോക്കുമ്പോൾ ജാതികളിലെ അവരുടെ പാപ സ്വഭാവം അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. പാപം എന്ന മൂടുപടം അവിടെ കിടക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിൽ ന്യായപ്രമാണം എന്ന മൂടുപടം കിടക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളിൽ ന്യായപ്രമാണം എന്ന മൂടുപടം കിടക്കുകയാണ്. അവർ ക്രിസ്തുവിലേക്ക് തിരിയുന്നില്ല. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, അവർ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ മീതെ കിടക്കുന്ന മൂടുപടം മാറും. പക്ഷെ അവർ അത് മാറുവാൻ മനസ്സില്ലാത്ത ഹൃദയം കഠിനപ്പെട്ടു പോയി. അപ്പോൾ ഇന്നും രക്ഷിക്കപ്പെടാതെ കിടക്കുന്നവർ ആരാന്നറിയാമോ? ഹൃദയം കഠിനപ്പെട്ടവരാണ് രക്ഷിക്കപ്പെടാതിരിക്കുന്നുള്ളൂ. സത്യത്തെ അനുസരിക്കാൻ മനസ്സില്ലാത്തവരാണ് രക്ഷിക്കപ്പെടാതിരിക്കുന്നുള്ളൂ. അപ്പൊ രക്ഷിക്കപ്പെടാത്തതിന്റെ അടിസ്ഥാന കാരണം ഹൃദയം കഠിനപ്പെട്ടു പോയി. ജാതികളെ കുറിച്ച് നമുക്ക് നോക്കാം. വായിച്ചേ, തുറന്ന് വായിച്ചേ. വായിച്ചേ എഫേസ്യ ലേഖനം എവിടെ? വായിച്ചേ 4-ാം അധ്യായം. വായിക്ക്. ഇവിടെ കാണാം ആളെ ഇടയ്ക്ക് എവിടെ കണ്ടൊക്കെ പോകുന്നുണ്ട്. കാർഡ്സിലും മാർക്കറ്റിലും പോകരുത്. തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനന്തരം വെച്ച് പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഒന്നും കൂടെ വായിക്കാം. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ. കണ്ടോ, അവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അന്ധബുദ്ധികളായി അജ്ഞാനം. ഇപ്പൊ ജാതീയ അവസ്ഥകൾ എന്ന് പറഞ്ഞ അറിവിനെ സ്വീകരിക്കുന്ന സ്വഭാവമില്ല. ഹല്ലേലൂയ. പണ്ട് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ഹെൻറി ബേക്കറുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോ ഹെൻറി ബേക്കർ എന്ത് ചെയ്തു? ഈ പറഞ്ഞ പ്രദേശങ്ങൾ, കോട്ടയത്തായിരുന്ന വ്യക്തി ആ വ്യക്തിയെ വന്ന് സ്വീകരിച്ച്, മുണ്ടക്കയത്തായിരുന്നു, അവിടെ നിന്ന് സ്വീകരിച്ചു കൊണ്ടുവന്നു. അവിടുന്ന് യാത്ര ചെയ്ത് ഈ പറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം കൊണ്ടുവന്നു. അവർ ആദ്യം ആഗ്രഹിച്ചത് ഞങ്ങളെ പഠിപ്പിക്കണമെന്നാ പറഞ്ഞത്. അക്ഷരം ആഗ്രഹിച്ചു, അല്ലെ? ജ്ഞാനം ആഗ്രഹിച്ചു. അപ്പോൾ മനസ്സിലാക്കണം, ജ്ഞാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അവർ സത്യത്തിലേക്ക് വരും. എന്നാൽ ജാതീയ സ്വഭാവം എന്ന് പറയുന്ന അറിവിനെ തിരസ്കരിക്കുന്നതാണ് ജാതീയ സ്വഭാവം. ആമേൻ. അറിവ് വേണ്ട, അറിവിനോട് എതിർത്ത് നിൽക്കും. അറിവില്ലാത്തവനായി തുടരുന്നതിൽ രസം കൊള്ളുന്നത് ജാതീയ സ്വഭാവമാണ്. മനസ്സിലാവുന്നുണ്ടോ? ബൈബിൾ എത്ര ശക്തമാ വായിച്ചായിരുന്നു വായിക്കുന്നത്. അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം. അപ്പൊ മനസ്സിലാക്കണം, എന്താ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ജീവിത ശൈലിയിൽ തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ഹൃദയ കഠിനരായിരിക്കും. അവർക്ക് മാറ്റത്തിന് വിധേയപ്പെടത്തില്ല. അവർ കിടക്കുന്നിടത്തുനിന്ന് ഒരിക്കലും പോകത്തില്ല. അവിടുത്തെ സുഖം, അവിടുത്തെ പശ്ചാത്തലം, അതിലെ ചില ചില്ലറ കളികള്, രസങ്ങള്, അതിലെല്ലാം പുളച്ചിങ്ങനെ നടക്കുന്നല്ലാതെ അത് വിട്ടു പുറത്തു വരത്തില്ല. വായിച്ചേ. ദൈവത്തിന്റെ ജീവനൊന്നും ആകുന്നു മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ. കണ്ട്, സകല അശുദ്ധി. അപ്പൊ മനസ്സിലാക്കണം, ഇവർ ഹൃദയം കഠിനപ്പെട്ട പിന്നെ പാപം ചെയ്യാനൊന്നും മടിയില്ല. രഹസ്യത്തിൽ പാപം ചെയ്തിട്ടിരിക്കുക. എന്നെ ആരും അറിവുള്ളവനാക്കുന്നില്ലല്ലോ, എന്നെ ആരും എനിക്ക് ബോധം വരുത്തുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ചെയ്ത പാപം ആരാ കാണുന്നത്? മനസ്സിൽ ഹൃദയം കഠിനപ്പെട്ടവർ രഹസ്യ പാപത്തിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഹൃദയം കഠിനപ്പെട്ടവർ അടുത്തു പോകുന്ന രഹസ്യഭാവത്തിലേക്കായിരിക്കും. വായിച്ചേ. പ്രവർത്തിക്കുവാൻ കണ്ടോ, ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ. അപ്പോ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു എന്നിവിടെ പറയുമ്പോൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ. സോദോമിലേക്ക് നോക്ക്, അവിടെ കണ്ട മ്ലേച്ഛത എത്ര ഭീകരമാണ്. അപ്പോൾ എന്താ കാരണം? അവരാരും അറിവുള്ളവരായി തീരാൻ മനസ്സില്ല. ദൈവത്തിന്റെ ദൂതനാകട്ടെ അവിടെ ചെന്ന് ആരെ ഉപദേശിക്കുന്ന പദ്ധതിയില്ല, അവരെ മനം തിരിക്കുന്ന പദ്ധതിയില്ല. എന്നാൽ മനസ്സിലാക്കണം, നമ്മൾ നിനവയിലേക്ക് നോക്കുമ്പോ അവിടെ യോനെ ദൈവം അയച്ചു, അല്ലേ? അവിടെ യോനെ ദൈവം അയച്ചതിന് കാരണം എന്നാ? അവിടെ ചെന്ന സമയത്ത് ആദ്യം ന്യായവിധിയുടെ വചനം പറഞ്ഞപ്പോ ഉടനെ മനുഷ്യന്റെ ആദിജാതം മുതൽ മൃഗത്തിന്റെ ആദിജാതം വരെ സകലരും രട്ടും വെണ്ണീറിലും ഇരുന്ന് രട്ടുമെടുത്ത് വെണ്ണീറിൽ ഇരുന്നു കൊണ്ട് അവർ ഉപവസിക്കാൻ തുടങ്ങി.
അങ്ങനെ അവർ പാപത്തെ ഏറ്റുപറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോ സ്വർഗത്തിലെ ദൈവം അവരുടെ മേൽ വരുത്തുമെന്ന് കൽപ്പിച്ചിരുന്ന ന്യായവിധി മാറ്റിക്കളഞ്ഞു. അപ്പോൾ ദൈവം ഒരുവനോട് സുവിശേഷം പറയുമ്പോൾ മനസ്സിലാക്കണം, അവന്റെ ജീവിതത്തിൽ എന്തോ സാധ്യതയുണ്ട്. ആമേൻ. രക്ഷിക്കപ്പെടുവാൻ സാധ്യതയുള്ളവനോടാണ് വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്. ഹൃദയം കഠിനപ്പെട്ട് കിടക്കുന്നവനോട് ഇടപെടുന്നില്ല. എന്നാൽ നമ്മൾ മുമ്പേ മനം തഴമ്പിച്ചവരായിരുന്നു, എന്നാൽ ഇന്ന് കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മെ അതിന് പ്രാപ്തമാക്കുന്നത് അവന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവാണ്. അളവി അപ്പോൾ പാപത്തിന്റെ ഒരു മൂടുപടം അളവിയ ജാതികളുടെ ഹൃദയത്തിൽ കിടപ്പുണ്ട്. ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിൽ അളവിയ ന്യായപ്രമാണത്തിന്റെ ഒരു മൂടുപടം കിടക്കുന്നുണ്ട്. ജാതികൾ സുവിശേഷത്തിലേക്ക് വരുന്നത് പോലെ ഇസ്രായേൽ മക്കൾ സുവിശേഷത്തിലേക്ക് വരണം എന്ന രണ്ടു കൂട്ടരുടെ ഹൃദയത്തിൽ ഒരു മൂടുപടം കിടപ്പുണ്ട്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. അടുത്തത് അജ്ഞാന നിമിത്തം ഘൃതകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്നും ആകുന്നു താനും മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. കണ്ടോ, തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനെ ഉപദേശം. അതിന് 30-ാം വാക്യം വായിച്ചേ. നിങ്ങളുടെ വായിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അങ്ങനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചേ, ഈ മനം തഴമ്പിച്ച ഹൃദയത്തിൽ നിന്ന് സ്വന്തം മാംസളമായ ഒരു ഹൃദയം തരണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വന്ന് വസിക്കും. മനസ്സിലാവുന്നുണ്ടോ? നാം എന്തുകൊണ്ടാണ് ഈ ആത്മാവിന്റെ ഫലം കരുണയും ദയയും സ്തോത്രം വിശ്വസ്തതയും സ്നേഹമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന എപ്പോഴാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നപ്പോഴാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ജാതീയ സ്വഭാവത്തെ കുറിച്ചാണ് നമ്മളിപ്പോ വായിച്ചത്. എഫെസ്യ ലേഖനത്തിന്റെ അകത്ത് വായിച്ച ആ സ്വഭാവങ്ങൾ ജാതീയ സ്വഭാവങ്ങളാണ്. അതിൽ നിന്നാണ് നമ്മൾ രക്ഷ പ്രാപിച്ചു വന്നത് യേശുവിന്റെ രക്തത്താൽ. എന്നാൽ മനസ്സിലാക്കണം, ഈ പാപ സ്വഭാവ ഹൃദയത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയത്തില്ല. ഒരിക്കലും കർത്താവിനെ ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. രക്ഷിക്കപ്പെടുവാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. അതാണ് നമ്മൾ അവിടെ വായിച്ച കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം അവിടെ വായിക്കുന്ന സ്തോത്രം മൂടുപടത്തെ കുറിച്ച് പറയും, ഇസ്രായേൽ മക്കളെ കുറിച്ച്. അതിന്റെ 4-ാം അധ്യായം സ്തോത്രം അതിന്റെ 4-ന്റെ 3 വായിക്കുന്ന ഇങ്ങനെ: എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ. അടുത്തത് 4 ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. കണ്ടോ, ഇപ്പൊ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ക്രിസ്തുവിലാണ് ദേഹരൂപമായി വസിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വചനം ജഡമായി തീർന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നവര് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നവർക്ക് മാത്രമാണ് വചനം ജഡമായി തീർന്നു എന്നുള്ള മർമ്മം മനസ്സിലാകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നാം ഈ ക്രിസ്തുമാർഗത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഇവിടെ കാണുന്ന ഒരു എന്താ പറയുന്നത്, ഒരു രൂപങ്ങളിലേക്കോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളിലേക്കോ വസ്തുക്കളിലേക്കൊന്നും അല്ലെങ്കിൽ ഐക്കോണിക്കലായിട്ടുള്ള ഒന്നിലേക്കും ആരുടെയും ശ്രദ്ധ തിരിക്കുന്നില്ല. പിന്നെ എന്താ നടക്കുന്നത്? നാം എല്ലാവരും ആത്മാവിൽ പാനം ചെയ്ത ആത്മീക മർമ്മങ്ങളെ നമ്മൾ പൊതുവായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ഒരുമിച്ച് കൂടി വരുമ്പോൾ ഇതിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും വേലയ്ക്ക് വിളിക്കപ്പെട്ടവര് ആത്മീക ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരേ ആത്മാവിനെ പാനം ചെയ്ത് രക്ഷയുടെ അനുഭവത്തിൽ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ ദൈവ സന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാര്യം എല്ലാവരിലും ഇടപെട്ട ഒരുവൻ, എല്ലാവരിലും ഒരേ മർമ്മം, ഒരേ വിളിയാലുള്ള ആശ, ഇതൊക്കെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിൽ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഇത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുമ്പോൾ നമ്മോടുകൂടെ സന്തോഷിക്കുന്നവർ അല്ലെങ്കിൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരുമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇതിന്റെ അകത്തെ പദ്ധതി എന്ന് പറയുന്നത്. തുറന്നു വായിക്കുമ്പോൾ അത് വായിക്കുന്നത്: എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചുപോകുന്നത് മറഞ്ഞിരിക്കും. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം
അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. കണ്ടോ, അവിശ്വാസികളുടെ മനസ്സ് കണ്ടോ. അപ്പൊ മനസ്സെങ്ങനെ കുരുടായി കഴിഞ്ഞാൽ തഴമ്പിക്കും. അത് നമ്മൾ കണ്ട ജാതികൾ ജാതികളെ കുറിച്ച് അവിടെ വായിച്ചെന്താണ്, നമ്മൾ വായിക്കുന്നത് എന്താണ്? അവർ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ, അല്ലേ? അവിടെ ആകയാൽ കർത്താവ് സാക്ഷിച്ച് പറയുന്നത് ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ മനുഷ്യന് അന്ധത വന്നാൽ അവൻ കഠിനപ്പെടും, അവൻ തഴമ്പിക്കും, അവൻ ക്രിസ്തുവിലേക്ക് വരുന്നില്ലെന്ന് മനസ്സിലാക്കിക്കോണം. ഈ ഒരു അവസ്ഥയിൽ നിന്നാൽ എങ്ങനെ നിന്ന് മോചനം പ്രാപിക്കും? എങ്ങനെ മോചനം പ്രാപിക്കും? നമുക്ക് വളരെ സുവിദിതമായ വാക്യമാണല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. എബ്രായ ലേഖനത്തിന്റെ അകത്ത് എബ്രായ ലേഖനം അതിന്റെ അതിന്റെ 9-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. 9:14 വായിച്ചേ. എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യം. നിത്യാത്മാവിനാൽ എന്ന് തുടങ്ങുന്ന എവിടെയാ? നിത്യാത്മാവിനാൽ ദൈവത്തിന്. എത്രാം വാക്യാ? അപ്പൊ ആദ്യം വായിച്ച വാക്യം എത്ര? പറഞ്ഞ വാക്യം വായിക്ക. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ തന്നെത്താൻ നിഷ്കളങ്കനായി. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ. ക്രിസ്തു ചെയ്ത ശുശ്രൂഷയെ കുറിച്ച് ഇവിടെ പറയുന്നത് പിതാവായ ദൈവത്തിന് സ്വന്തം നിത്യാത്മാവിന് പരിശുദ്ധാത്മാവിനാൽ പിതാവായ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. കണ്ടോ, അപ്പോൾ ശുശ്രൂഷ മനസ്സിലാക്കണം. ക്രിസ്തു താൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ക്രൂശിൽ തകർക്കപ്പെട്ട ക്രിസ്തു നിഷ്കളങ്ക രക്തവും, ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് പറഞ്ഞ ആ വാക്യം വായിക്കുന്നത് എന്താണ്? നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. അപ്പൊ നിഷ്കളങ്കനായി അർപ്പിക്കുകയാണ് ചെയ്തത്. ഒരു ദോഷവും പുത്രനില്ല. അങ്ങനെ അർപ്പിക്കപ്പെട്ട രക്തത്താൽ മാത്രമാണ് സ്വന്തം പാപ മനുഷ്യന് മോചനം ലഭിക്കുന്നുള്ളൂ. അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥന് ക്രിസ്തു ഏകനായിട്ട് തീർന്നു. അപ്പോൾ നമുക്ക് മധ്യസ്ഥ വഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മെപ്പോൾ ജഡത്തിൽ വെളിപ്പെട്ടവൻ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനാണ്. അല്ലാതെ എനിക്ക് ഈ ദൈവത്തെ ആവശ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? ആളുകൾ എങ്ങാണ്ട് ഏതോ സ്വർഗത്തിലിരുന്ന് ഏതോ രൂപത്തിലിരുന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞാൽ അവൻ ദൈവമാകുന്ന എങ്ങനെയാ? മനസ്സിലാവുന്നുണ്ടോ? അവൻ ദൈവമാകണമെന്നുണ്ടെങ്കിൽ അവൻ ജഡത്തിൽ വെളിപ്പെടണം. എനിക്ക് കഴിയത്തില്ല. എന്താ? നിർമ്മലനായിരിക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. വിശുദ്ധനായിരിക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. അളലിയ നിഷ്കളങ്ക രക്തത്തോടുകൂടെ സൂക്ഷിക്കുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. അളലിയ പരീക്ഷ അനുഭവിക്കുമ്പോഴും കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ അളലിയ ഒരു മനുഷ്യന് കഴിയത്തില്ല. അങ്ങനെ സകലത്തിലും മനുഷ്യൻ പരാജയപ്പെട്ട് കിടക്കുമ്പോൾ അവന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ ജഡത്തിൽ അവതരിപ്പിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ മർമ്മം വലിയതാകുന്നു, ഇതിന്റെ മഹത്വം വലിയതാകുന്നു. വായിച്ചേ. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ. ഇപ്പൊ എവിടാ കിടക്കുന്ന പ്രശ്നം എന്നറിയാവോ? അകത്താ കിടക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സ് കുരുടാക്കി എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഈ നിഷ്കളങ്ക രക്തം രക്ഷിക്കപ്പെട്ടവരുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയത് കൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിലെ സ്തോത്രം എല്ലാ പാപപ്രവർത്തികളും മാറിയത്. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു സ്വർഗത്തിലെ ദൈവം. ആമേൻ. നമ്മളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടു. അങ്ങനെ നിർമ്മലത പ്രാപിച്ച് നമ്മൾ കൃപയിൽ വളർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ യേശുവിന്റെ രക്തം എന്താ ചെയ്യുന്നത്? ഹല്ലേലൂയ. നമ്മളിത് വായിക്കുമ്പോൾ ഇതിന്റെ പ്രസക്തി വളരെ വലുതാണ്. ആ ഭാഗം ഒന്നും കൂടെ വായിച്ചു. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും.
അത് നിമിത്തം ആ ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവാസത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതു നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. നിയമം ഉള്ളയിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാകാൻ ആവശ്യം. ആമേൻ. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കണം, ഈ വചനം നമ്മൾ വായിക്കുമ്പോ, ആമേൻ, സ്തോത്രം, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് നമ്മളുടെ ഹൃദയത്തിലെ നിർജീവ പ്രവർത്തികൾക്ക് നീക്കം വന്നത്. നമ്മളെ അവന്റെ യേശുവിന്റെ രക്തത്താൽ വീണ്ടും നമ്മൾ കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിക്കുകയും നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, പാപങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാൽ കർത്താവ് നമ്മൾ ശുദ്ധീകരണത്തിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയും വേണം. കാരണം അത് സംഭവിക്കുന്നില്ല. എന്താണെന്നറിയാം? യേശുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെടണം. കാരണം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാമത്തെ വളരെ നിർണായകമായ ഒരു അധ്യായമാണ്. അതിൻ്റെ അകത്ത് തന്നെയാണ് സ്തോത്രം. അവിടെ നമ്മൾ കാണുമ്പോൾ ദൈവസഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിനെ കുറിച്ചും ഇസ്രായേൽ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നതിനെ കുറിച്ചും, ഇസ്രായേൽ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ അവിടെ അവരെ സൂക്ഷിക്കുമ്പോൾ ദൈവം സ്തോത്രം സാത്താനിൽ നിന്ന് അവരെ സൂക്ഷിക്കേണ്ട ദൈവത്തിന്റെ ദൂതന്മാരെ അയക്കുന്ന കാര്യവും, അപ്പോൾ സാത്താനെ അവന്റെ വാസസ്ഥലത്തിൽ നിന്ന് നീക്കിക്കളയുന്ന മേഖലകളെല്ലാം പറയുന്നത് 12-ാം അധ്യായത്തിലാണ്. എന്നാൽ അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം കേട്ടത്, 12-10. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മളുടെ സഹോദരന്മാരെ വീട്ടിൽ വായിക്കണം കേട്ടോ നല്ലതുപോലെ. വായിച്ചേ. നമ്മളുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. ശ്രദ്ധിക്കണം, സാത്താനെ അതിന്റെ തലത്തിൽ നിന്ന് തള്ളിയിട്ട് കളഞ്ഞു. ആരെയാണ്? രാപ്പകൽ അപവാദം പറയുന്ന ആർക്ക് നേരെയാണ്? രക്ഷിക്കപ്പെട്ട ദൈവസഭയ്ക്ക് നേരെ അപവാദം പറയുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരെ കുറിച്ച് സാത്താൻ അപവാദം പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. നാം അങ്ങോട്ട് പോകുമ്പോഴാണ് അവന് താഴോട്ട് വരാനുള്ള അവസരം കിട്ടുന്നത്. നമ്മൾ അങ്ങോട്ട് കയറുമ്പോ ദൈവത്തിന്റെ ദൂതൻ അങ്ങ് ഇറങ്ങി അങ്ങ് വെട്ടു തുടങ്ങും ഒരു ഓണിന്ന്. നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞ കൂടും കുടുക്കിയെല്ലാം കൂടെ വെട്ടിപ്പൊട്ടിച്ച് താഴോട്ട്. അത് പറയാൻ കൊള്ളത്തെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ഭാഷ. എങ്കിലും പറയുന്നൊരു കാര്യം, ദൈവത്തിന്റെ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ മീഖായേലിന്റെ സൈന്യം അവിടെ ഇറങ്ങി വരും. അവർ 3-1 വാഴ്ച കാത്തുകൊള്ളാതെ പോയ ദൂത സൈന്യം എവിടെ കിടക്കുകയാണ്? തൊട്ട് താഴെ കിടക്കുക, ലൂസിഫറും കൂട്ടരും കിടക്കുകയാണ്. അവനെ അവിടെ നിന്ന് വെട്ടി താഴോട്ട് വിടും. ഹല്ലേലൂയ. അത് വെട്ടി അവന്റെ ഇടത്ത് നിന്ന് ക്ലിയർ ചെയ്യുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ദൈവസഭ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം ഇതുവരെ നമുക്ക് നേരെ അപവാദം പറഞ്ഞ ഗേറ്റിന്റെ അവിടെ കിടക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കി, എന്ത് ഭയങ്കരമാണ്. നമ്മളെ കുറിച്ച് കുറ്റമെല്ലാം പറഞ്ഞിട്ട് അവൻ ഗേറ്റിന്റെ അവിടെ കിടക്കുക. അവനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇനി അവൻ ഒരിക്കലും ഇങ്ങോട്ട് കയറത്തില്ല. ഇനി കയറാൻ വന്നാൽ ഞാൻ അനുവദിക്കത്തില്ല. അപ്പൊ ഇതാണ് സാത്താൻ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അപവാദ സ്വർഗത്തിൽ പറയുകയും അവിടെ നമുക്ക് നേരെ കഠിനമായി പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യും. ഇനി നമ്മൾ അവിടെ വന്നാൽ, സ്വർഗത്തിൽ വന്നാൽ നമ്മളെവിടെ കേറ്റരുത്. ഇതിനാണ് അവൻ അവിടെ കിടക്കുന്നത്. വീട്ടിൽ നിന്ന് ഈ കട്ട് നിന്ന് അല്ലെ പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിപ്പോയ പട്ടി കുറെ കഴിഞ്ഞ് അവന്റെ തൊടലെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് കഴുത്തെല്ലാം ബെൽറ്റും കളഞ്ഞിട്ട് നാട്ടിക്കൂടെ എല്ലാം നടന്ന ഒരു ദിവസം ഗേറ്റിന്റെ അവിടെ ഒന്ന് കടന്നു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യുവോ? ഇല്ല. അപ്പൊ നാട്ടുകാർ വരുമ്പോ കുറച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാതെ വീടിന്റെ പേര് പറഞ്ഞോണ്ട് കുറയ്ക്കണ്ട അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം വീട്ടിൽ സ്വന്തം പട്ടിയെ മേടിച്ചു. അപ്പൊ എന്നാ കാണിച്ചു? ആ പട്ടിയെ എറിഞ്ഞ് അവർക്ക് അല്ലേ? അത് ഏതാണ്ടൊക്കെ ഇത് അതുപോലെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. നാം അവൻ ഇരുന്ന ഇടത്ത്, അവൻ വസിച്ച ഇടത്ത് മനസ്സിലാക്കണം എവിടെയാണ് കർത്താവിന്റെ വാസസ്ഥലം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അനേക വാസസ്ഥലമുള്ള ഇടത്ത് നമ്മളെ വസിപ്പിക്കുവാനാണ്, നമ്മളെ ചേർക്കുവാനാണ് യേശു ക്രിസ്തു രണ്ടാമത് വരുവാൻ പോകുന്നത്. അപ്പോൾ കർത്താവ് വരുമ്പോൾ ആ യാത്രാ മധ്യയിൽ സാത്താൻ നമുക്കെതിരെ വെല്ലുവിളിക്കുകയാണ്. ആ ഭാഗം ഒന്നും കൂടെ വായിച്ചേ, നമ്മൾ വായിച്ച ഭാഗം ഒന്നും കൂടെ വായിച്ചേ, അതിന്റെ 10-ാം വാക്യം മുതൽ.
12:10 വെളിപ്പാട് 12:10. സ്വർഗത്തിൽ ഒരു ആ മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ആ ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ആ ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അപ്പോൾ മനസ്സിലാക്കണം, ഇത് വലിയൊരു കാര്യമാ, നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യം. ഇന്നിവിടെ ആരാധന നടത്തുമ്പോൾ അവന് പ്രശ്നം അല്ലേ, ആരാധിക്കുമ്പോൾ പ്രശ്നം, വചനം പറയുമ്പോൾ പ്രശ്നം, പ്രാർത്ഥിക്കുമ്പോൾ പ്രശ്നം, നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇവൻ കയറി കുറ്റം പറയാൻ വരും അല്ലേ. അങ്ങനെയാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇത് ശരിയാണ്, ഈ സംഭവം പൂർണ്ണമായി നമ്മൾ സ്തോത്രം ഇയ്യോബിന്റെ പുസ്തകം നോക്കുന്ന സമയത്ത് അവിടെ കാണുന്നുണ്ട്. ഇയ്യോബിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് എവിടെ ചെന്ന് നിൽക്കുക? ദൈവസന്നിധി ചെന്ന് നിൽക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഇത് തന്നെ നമ്മൾ മറ്റ് പല ഭാഗങ്ങളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവ മക്കൾക്ക് നേരെ, ദൈവം തെരഞ്ഞെടുത്തവന് നേരെ അപവാദം പറയുവാൻ സാത്താൻ സ്വർഗത്തിൽ ചെന്ന് നിൽക്കുകയാണ്. ചിലർ ഈ ജാതീയ ലോകം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, സാത്താന് സ്വർഗം എന്നൊക്കെ പറഞ്ഞ പേടിയാണ്. ഒരു പേടിയില്ല, അവൻ അവിടെ ചെന്ന് സ്വന്തം ദൈവ മക്കൾക്ക് നേരെ ദൂഷണം പറയും. ഇത് സാത്താന്റെ പരിപാടിയാണ്. ഇത് അവിടെയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇയ്യോബിന്റെ ഭാഗം നമ്മൾ ഞാൻ കമ്പിവാചകത്തിൽ പറഞ്ഞു പോവാ. ഇയ്യോബിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത അഭിവൃദ്ധി മനസ്സിലാകുന്ന അഭിവൃദ്ധി, വിശാലതകള്, അവന് ലഭിച്ച എല്ലാ നന്മകളും, ആ നന്മകൾ ഓരോന്നും ചൂണ്ടിക്കാണിച്ചാണ് സാത്താൻ സ്വർഗത്തിൽ നിന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, സാത്താനും ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവസന്നിധിയിൽ സാത്താൻ പറയുന്ന ഒരു അപമുണ്ട്. ഇങ്ങനെ നീ എപ്പോഴും കാത്തു സൂക്ഷിച്ച ആർക്കാ ഭക്തനായി ഇരിക്കാൻ കഴിയാത്തത്? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വളർച്ച വരുന്നത് ആർക്കാന്ന് പറയുക? ഭക്തന്മാർക്ക് മാത്രമാണ് വളർച്ച വരത്തുള്ളൂ. ഭക്തന്മാർക്ക് വളർച്ച വരുത്തുന്നു. ആമേ, അത് ദൈവത്തിന്റെ കൃപയാണ്. പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഭൗമികമായി കാണാൻ ഒരു ഭൗമിക നന്മകളെ കുറിച്ചും ഉള്ള ഒരു വാക്യം പോലും ഞാൻ പുതിയ നിയമത്തിൽ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ കാണിച്ചു തരട്ടെ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, സ്തോത്രം, കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നുണ്ട്. ആമേ, നമ്മുടെ കൈ നീട്ടാൻ ദൈവം അനുവദിക്കാതെ വണ്ണം ഭക്തിയോടെ ഇരിക്കുന്നവന്റെ ജീവിതത്തിൽ അതിശയകരമായ വഴി ദൈവം തുറക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊരു വിഷയമാണ്, ഭൂമിയിൽ ഭക്തനായി ഇരിക്കുന്നവന്റെ നന്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സാത്താൻ ദൈവസന്നിധിയിൽ അപവാദം പറയുവാനും കുറ്റം പറയുവാനും ചെല്ലുന്നത്. മനസ്സിലാക്കണം, ഒരു ദൈവഭക്തന്റെ അഭിവൃദ്ധിയില് ദേശത്ത് പല ഇളക്കങ്ങൾ സംഭവിക്കും, ദേശത്ത് പലവിധ പ്രതിസന്ധികൾ എഴുന്നേൽക്കും. വിശേഷിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഈ ഇയ്യോബ് ഭക്തനായിരിക്കുമ്പോൾ അവന്റെ വസ്തുവകകൾ സ്വസ്ഥമായും അനുഗ്രഹമായിരിക്കുമ്പോൾ ദേശത്ത് അനേകരുടെ അസൂയയ്ക്കും ശാഠ്യത്തിനും ഭിന്നതയ്ക്കും എല്ലാം അത് കാരണമായി തീരുന്നു. അനേകർ ഈ ഇയ്യോബിന്റെ ദൈവത്തെ സേവിക്കാൻ വരികയും ചെയ്യുകയാണ്. ഇതൊരു പ്രോസ്പെരിറ്റി തിയോളജി അല്ല ഞാൻ ഈ പറയുന്നത്, വചനത്തിന്റെ അകത്തെ ചില മർമ്മങ്ങളായി പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ദൈവവൈതലിന്റെ അഭിവൃദ്ധിക്കകത്ത് ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ട് കേട്ടോ, അത് മനസ്സിലാക്കണം. എന്നാൽ ആ അഭിവൃദ്ധിയേക്കാൾ അധികമാണ് ഇയ്യോബ് അനുഭവിച്ച കഷ്ടതയിലൂടെ വെളിപ്പെട്ടു വന്ന ദൈവിക സന്ദർശനം. ഹല്ലേലൂയ. ദൈവിക സന്ദർശനത്തില് ഇയ്യോബിനെ യഥാർത്ഥത്തിൽ ഭക്തനാക്കി രൂപാന്തരപ്പെടുത്തുക ചെയ്തത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ തർക്കങ്ങളും പ്രതിസന്ധികളും വരുന്നതിന്റെ പിന്നിലൊരു കാരണം എന്നാണെന്നറിയാമോ? നമ്മെ ശരിക്കും മോൾഡ് ചെയ്യുകയാണ് ദൈവം. ആമേൻ, ഹല്ലേലൂയ. സാത്താൻ നമ്മെ ഇതുവരെ വെല്ലുവിളിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവം പരീക്ഷിച്ച് നമ്മെ അതിൽ നിന്നൊരു പ്രമോഷൻ നൽകാൻ ആ സ്വർഗത്തിലെ ദൈവം വരുന്നത്. ആമേൻ, അതും ഒരു പദ്ധതി തന്നെയാണ്. എന്നാൽ അടുത്ത് വായിച്ചേ. കുറ്റം ചുമത്തുന്നു, അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യം വചനം ഹേതുവായിട്ടും. കണ്ടോ, അവിടെ വായിക്കുന്ന വാഗ്ദത്തം അത് പറഞ്ഞ അവർ അവനെ, അതായത് അത് രക്ഷിക്കപ്പെട്ട ദൈവസഭ സാത്താനെ അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം യേശുക്രിസ്തുവിന്റെ രക്തഹേതുവായും തങ്ങൾ പറഞ്ഞ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചു. കണ്ടോ, അപ്പൊ നമുക്ക് ജയിക്കാൻ രണ്ട് കാര്യമേ ഭൂമിയിലുള്ള സാത്താനെ. ഒന്ന് യേശുവിന്റെ രക്തം, അതിൽ ആശ്രയിക്കണം. ഒന്ന്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ജീവന്റെ വചനം. ഈ രണ്ടിനാലുമാണ് നമുക്ക് സാത്താനെ ജയിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ വചനമില്ലാത്ത ഒരുവൻ നിലനിന്നിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ജയിക്കാൻ കഴിയത്തില്ല. ഒന്ന്. രണ്ടാമത്, യേശുവിന്റെ രക്തം എന്താണെന്ന് വെളിപ്പാടിൽ കാണാൻ കഴിയാത്ത ഒരുവൻ ഒരിക്കലും സാത്താനെ ജയിക്കാൻ കഴിയത്തില്ല.
മനസ്സിലാവുന്നുണ്ടോ? യേശുവിന്റെ രക്തം എന്താണെന്ന് നമുക്ക് വെളിപ്പാട് കാണണം. ഈ രക്തത്താലാണെന്ന് ഓർക്കണം. നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ വായിച്ചുവല്ലോ, അവിടെ വായിക്കുന്നത് എന്താണ്? അവിടെ വായിക്കുന്നത് സ്തോത്രം. ഹല്ലേലൂയ, വായിച്ചാട്ടെ. 9-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിച്ചേ. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ സാക്ഷിയ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. 22-ാം വാക്യം. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഇവിടെ ശ്രദ്ധിക്കണം, കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ തകർക്കപ്പെട്ടപ്പോൾ എബ്രായ ലേഖനം പൗലോസ് അപ്പോസ്തലൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഈ വിമോചനം ആത്മാവിന്റെ വിമോചനമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ വിമോചനം നമ്മൾ പ്രാപിക്കണം. അപ്പോൾ ഭൂമിയിലുള്ളത് സ്വർഗത്തിലുള്ളവയ്ക്കും വിമോചനം ആവശ്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വെളിപ്പാട് ദിവസത്തിൽ വായിച്ചു, ദൈവസഭ ഇവിടെ പറയുന്ന എന്താണ്? കുഞ്ഞാന്റെ രക്തഹേതുവായും തങ്ങൾ പറഞ്ഞ സാക്ഷ്യ വചനഹേതുവായും സാര് ജയിച്ചു? സാത്താനെ ജയിച്ചു. എന്നാൽ നമ്മെ ഇതിൽ നിന്ന് വേർപെടുത്തിയെടുക്കുന്ന യേശുവിന്റെ രക്തത്തെ കുറിച്ച് ഇവിടെ പറയുന്നു. ആ രക്തത്താൽ വിമോചനമുണ്ട്. രക്തം ചൊരിഞ്ഞാലേ വിമോചനമുള്ളൂ. മൃഗത്തിന്റെ രക്തം, പക്ഷികളുടെ രക്തം, മറ്റുള്ളവരുടെ രക്തം ഒഴുക്കിയിട്ടും വിമോചനം വന്നില്ല. എന്ന് യേശുവിന്റെ നിഷ്കളങ്ക രക്തം ഊറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ചൊരിയപ്പെട്ട് കഴിഞ്ഞപ്പോൾ മാനവരാശിയെ പാപമോചനത്തിൽ അവരെ വിശുദ്ധരാക്കി തീർക്കുവാനായിട്ട് പ്രാപ്തമായി യേശുവിന്റെ രക്തം. മനസ്സിലാവുന്നുണ്ടോ? അവിടെ വായിക്കുന്നതെന്ന് കൂടെ വായിച്ചേ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പൊ ശ്രദ്ധിക്കണം, നമുക്ക് ഈ വിമോചനം ആവശ്യമാണല്ലേ? ഈ വിമോചനം ആവശ്യമാണ്. അവിടെ എന്താ അടുത്ത വാക്യം വായിക്കുന്നത്? സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. കണ്ട, സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബത്തെ ഇവയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. അടുത്തത് അതായത് ശ്രദ്ധിക്കണം, അവിടെ വായിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. അതിന്റെ സ്തോത്രം. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബം, ഈ പ്രതിബിംബം സ്വർഗത്തിലല്ല, ഭൂമിയിലാണ്. അതായത് നമ്മൾ കാണുന്ന ഈ ടബർണക്കൾ അല്ലെ, സാക്ഷ്യകൂടാരം, അല്ലെങ്കിൽ എന്താ പറയുന്ന, അല്ല സാക്ഷ്യകൂടാരം, മറ്റേ അതിന് വേറെ പേര് പറയുമല്ലോ. സ്തോത്രം. എന്താ പറയുന്നത്? ടബർണക്കിളിന് മലയാളം എന്നാ? നിയമവട്ടകം, ആർക്ക് ഓഫ് ദ കവണന്റാ? അറിയത്തില്ലേ? MDUകാർക്ക് ആർക്കും അറിയത്തില്ല. പറ. സമാഗമന കൂടാരം. ആ സർട്ടിഫിക്കറ്റ് എടുത്ത് കളഞ്ഞേക്കണം കേട്ടോ. ഇനി അടുത്ത് വായിച്ചേ. അപ്പോ എന്താണ് അത് പറയുന്നേ? അത് സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബമായിരിക്കുന്ന സമാഗമന കൂടാരത്തിലുള്ള വസ്തുക്കളെ സ്വന്തം മൃഗത്തിന്റെ രക്തം മുക്കി അതിനെ തളിച്ച്, ഇത് നിങ്ങളോട് ചെയ്യുന്ന നിയമ രക്തം എന്ന് പറയുന്ന ജനത്തിന്റെ ഇടയിലും തളിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷയാണ് നമ്മൾ അവിടെ ന്യായപ്രമാണത്തിന് കീഴിൽ കണ്ടത്. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അകത്തുള്ള ഉപകരണങ്ങളെല്ലാം ശുദ്ധീകരിക്കേണ്ടതിന് മൃഗത്തിന്റെ രക്തത്താൽ അവയെ ശുദ്ധീകരിച്ചെങ്കിൽ മനസ്സിലാക്കണം, യേശുവിന്റെ രക്തത്തെ കുറിച്ച് ഇവിടെ പറയുന്നു. സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബം ഭൂമിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നതിന് ഇപ്രകാരമാണെങ്കിൽ വാസ്തവമായി സ്വർഗത്തിലുള്ളവയുണ്ടല്ലോ, ആ വാസ്തവമായതിന് ഇതിലും നല്ല ഒരു യാഗം ആവശ്യം. മനസ്സിലാകുന്നുണ്ടോ? അതായത് ആ സ്വർഗത്തിലുള്ള വാസ്തവമായ ആ ബിംബത്തിന് ലഭിക്കേണ്ട ശുദ്ധീകരണമുണ്ട് അല്ലെ? അങ്ങനെയല്ലേ അവിടെ വചനം വായിക്കുന്നത്? അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. 23 ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഇവയാൽ ശുദ്ധമാക്കുന്ന ആവശ്യം സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ, സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. അടുത്ത വാക്യം. ക്രിസ്തു
ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്ക്, അതായത് മനുഷ്യനുണ്ടാക്കി ഭൂമിയിൽ വെച്ചിരിക്കുന്ന സമാഗമന കൂടാരത്തിലേക്കല്ല ക്രിസ്തു പ്രവേശിച്ചത്. അവൻ സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിൽ ഇതിന്റെ യഥാർത്ഥ ഒറിജിനൽ സ്തോത്രം ഹല്ലേലൂയ കൂടാരം സ്വർഗത്തിലുണ്ട്. അങ്ങോട്ടാണ് ക്രിസ്തു തിരശീലയ്ക്ക് അകത്തേക്ക് പ്രവേശിച്ചത്. അപ്പോൾ സ്വർഗത്തിലിരിക്കുന്നവയ്ക്ക് മൃഗത്തിന്റെ രക്തമായിട്ട് ചെന്നാൽ പറ്റില്ല. പിന്നെ എന്താ വേണ്ടത്? ഇതിന് ശ്രേഷ്ഠമായ യാഗം ആവശ്യമാണ്. വായിച്ചേ. കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായവൻ സ്വർഗത്തിലേക്ക് അത്ര പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ. അപ്പോൾ മനസ്സിലാക്കണം, സ്തോത്രം, ആണ്ടിലൊരിക്കൽ ദൈവത്തിന്റെ മഹാപുരോഹിതനാണെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിച്ചതുപോലെ. എന്നാൽ കയറിയത് ഒരു പുരോഹിതനല്ല, കയറിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഭൂമിയിലുള്ള ഒരു കെട്ടിടത്തിലേക്കല്ല, ഭൂമിയിലുള്ള ഒരു ആലയത്തിലേക്കല്ല, കയറിയത് സ്വർഗത്തിലെ ദൈവാലയത്തിലേക്കാണ് പ്രവേശിച്ചത്. മനസ്സിലാക്കണം, നാമും ഇനി പോകുവാനിരിക്കുന്നത് ഇതിന്റെ അകത്തേക്കാ. മനസ്സിലാകുന്നുണ്ടോ? ഈ തിരശീലയ്ക്ക് അകത്തേക്ക് പോകണം. അപ്പൊ നമുക്ക് മുമ്പേ യേശുവിന്റെ രക്തത്താലും നമ്മൾ പറഞ്ഞ സാക്ഷ്യവചനത്താലുമാണ് നമുക്ക് പ്രവേശനം. ഹല്ലേലൂയ. നമ്മളിത് വെറുതെ കാണുന്നില്ല, നമ്മുടെ നിത്യതയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് ഇവിടെ. നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ ശേഖരിക്കുകയാണ്. നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഒരുങ്ങുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? നിസ്സാര കാര്യമല്ല ഇത്. ഹല്ലേലൂയ. അനേകർ ഇതിന്റെ നിത്യതയെ കുറിച്ച് അറിയാതെ വെറും മൃഗങ്ങളെ പോലും ചത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായത്. എന്നാൽ മനസ്സിലാക്കണം, നിന്റെ നിത്യതയ്ക്ക് വേണ്ടിയുള്ളത് നീ ഗ്രഹിക്കണം. അല്ലെങ്കിൽ സാക്ഷ്യവചനം വളരെ പ്രാധാന്യമാണ്. രക്തം പ്രാധാന്യമാണെങ്കിൽ സാക്ഷ്യവചനം പ്രാധാന്യമാ. യേശുവിന്റെ രക്തത്തിന് പ്രാധാന്യമുണ്ടെങ്കിൽ നീ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന സാക്ഷ്യവചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത് രണ്ടുമാണ് നിന്നെ ദൈവ രാജ്യത്തിലെത്തിക്കുവാനിരിക്കുന്നത്. നമ്മൾ സ്വന്തം സാത്താനെ ജയിക്കണമെങ്കിൽ ഇത് രണ്ടും ആവശ്യമാണ്. അല്ലേ? ഹല്ലേലൂയ. വായിച്ചു തുറന്ന് വായിക്കുമ്പോൾ വായിച്ചാട്ടെ. അന്യരക്തത്തോടുകൂടെ അതൊക്കെ വായിച്ചു കഴിഞ്ഞു. അടുത്ത് വായിക്കാം. അതിന്റെ സ്തോത്രം 26-ാം വാക്യം. അങ്ങനെയായാൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പരിഹാരം വരുത്തുവാൻ. കണ്ടോ, കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം ലോക അവസാനം, ഇന്നേക്ക് 2000 വർഷം മുമ്പ് കർത്താവ് ലോകത്തിൽ വന്നതിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിന്റെ ഗ്രന്ഥകർത്താവ് പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ? ആ കാലഘട്ടത്തെ കുറിച്ച് ഒരു ലോക അവസാനത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ലോക അവസാനത്തിങ്കൽ, അതായത് സകല തലമുറകളിലും വെച്ച് സ്തോത്രം ഹല്ലേലൂയ അവരെല്ലാം ആചരിച്ച് അനുഷ്ഠിച്ചു പോന്നിരുന്ന സ്തോത്രം ആ സകല ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ എല്ലാം നിഴലായി നിന്നപ്പോൾ പൊരുളായി വെളിപ്പെട്ട ക്രിസ്തു ലോക അവസാനത്തിങ്കലാണ് താൻ ജഡത്തിൽ വെളിപ്പെട്ടത്. വായിച്ചാട്ടെ. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പരിഹാരം വരുത്തുവാൻ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക. കണ്ടോ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. കണ്ടോ, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും മനസ്സിലാക്കണം. അവന് പാപം കൂടാതെ ഹല്ലേലൂയ തനിക്കായി കാത്തു നിൽക്കുന്നവർ പാപം കൂടാതെ ഒരുക്കപ്പെട്ടിരിക്കുന്നവരെ ചേർക്കുവാനാണ് യേശു ക്രിസ്തു വേഗം വരുവാൻ പോകുന്നത്. ഈ രക്തത്തെ കുറിച്ച് ഇത്ര ആഴത്തിൽ പറയാൻ കാരണം മനസ്സിലായോ? നാം നമ്മുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കണം. നമ്മുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കണം. നമ്മൾ അതിന് മടി കാണിക്കരുത്. നമ്മൾ ദൈവസന്നിധിയിൽ കരയുവാൻ, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. നമ്മളുടെ ഒരുക്കത്തിന് ഒരു കുറവും വരുവാനായിട്ട് ഇടയായിത്തീരരുത്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം നമ്മളിവിടെ വായിക്കുമ്പോൾ അതിന്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ശ്രദ്ധിക്കണേ, മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. അടുത്തത്, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ആ പ്രസംഗം തുടങ്ങിയത് സോദോമിന്റെ വിഷയം പറഞ്ഞാ തുടങ്ങിയത് അല്ലേ? ലോത്തിന്റെ 2 മക്കളെ കുറിച്ച് പറഞ്ഞ നമ്മൾ തുടങ്ങിയത്.
എങ്ങനെ സോദോമിലാണ് നീ ജീവിക്കുന്നതെങ്കിലും നിനക്കൊരു പുറപ്പാടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നിന്റെ അങ്കി അലക്കി വെളുപ്പിച്ചിരുന്നാൽ മാത്രമാ നിനക്ക് പുറപ്പാട് വരത്തുള്ളൂ. നിനക്ക് ആഹളധ്വനിക നീ എടുക്കപ്പെടുകയുള്ളൂ. മനസ്സിലാക്കണം. അപ്പോൾ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിക്കണം. എങ്ങനെ? യേശുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകണം. അത് നമ്മുടെ ജീവിതത്തിൽ കുറവുകളും വീഴ്ചകളും വരുമ്പോഴും യേശുവിന്റെ രക്തത്താൽ കഴുകുവാൻ നമ്മൾ മടി കാണിക്കരുത്. നമ്മൾ ദൈവസ്ഥൽ നമ്മൾ മടങ്ങി വരുവാൻ നമ്മൾ മടി കാണിക്കരുത്. കർത്താവിട്ട് അകലം വിട്ട് നിൽക്കാൻ നമ്മൾ റെഡിയാകരുത്. കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ തയ്യാറാകണം. ആമേൻ. ഈ വചനം വളരെ ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്ന എന്താണ്? അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ അടുത്തത് കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകണം. ആളുകളെ നമ്മൾ കഴുകണം. നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ മനസാക്ഷി എപ്പോഴെങ്കിലും തഴമ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസാക്ഷി എപ്പോഴെങ്കിലും നിർജീവ പ്രവൃത്തികൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശുദ്ധീകരണത്തിനായിട്ട് ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ നിർമ്മല മനസാക്ഷി നിലനിന്നാൽ മാത്രമേ അവന്റെ കാഹള ശബ്ദം നമ്മൾ കേൾക്കത്തുള്ളൂ. ആത്മാവിന്റെ നിറവ് നമ്മളിൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർമ്മല മനസാക്ഷിയിലേക്ക് വരണം. ദൈവത്തിന്റെ അഭിഷേകം നമ്മളിൽ തടുക്കുന്നത് ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മളുടെ മനസാക്ഷി നമ്മളെ ലംഘിക്കുമ്പോഴാണ്. പാപം ചെയ്തിട്ട് ഏറ്റു പറയാതെയും ക്രമീകരിക്കപ്പെടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്താൽ ഇന്ന് പകൽ നേരം ഒന്ന് കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്താണ് ദൈവത്തിന്റെ വചനം അവിടെ പറയുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിൽ അതിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. അപ്പോൾ നമ്മൾ വായിച്ച വാക്യം എത്ര വ്യക്തമാണ്. 12-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. നമ്മൾ പറഞ്ഞ സാക്ഷ്യവചന ഹേതുവായി യേശുവിന്റെ രക്തത്താൽ നമ്മൾ ജയം പ്രാപിച്ചു. അപ്പൊ യേശുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുവാൻ ആകണം കേട്ടോ. എനിക്ക് നിങ്ങളെ കഴുകാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് എന്നെ കഴുകാൻ കഴിയത്തില്ല, പക്ഷെ എനിക്ക് എന്നെ കഴുകാനേ കഴിയത്തുള്ളൂ. അതിനാണ് ഞാൻ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നത്. അതിൽ ഈ ലോകത്തെ തള്ളണം. നിന്നെ മലിനപ്പെടുത്തിയ ലോകത്തിലെ പാപം, ലോകം നിന്നെ പാപത്തിലേക്ക് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലകളിൽ നിന്നെ തളർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നീ തള്ളി ഈ ലോകം വേണ്ടെന്ന് നീ നിന്റെ സാക്ഷ്യവചന ഹേതുവായും യേശുവിന്റെ രക്തത്താൽ നീ കഴുകപ്പെട്ട ആളും ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ആളെ നീ കാളെ കേൾക്കത്തില്ല. ഇന്ന് പകൽ നേരം നീ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽ നേരം ആത്മാവിന്റെ ആലോചന അറിയിക്കുകയാണ്. ആളെ അതുകൊണ്ട് നിങ്ങൾ സാക്ഷ്യവചനം ആളെ നിങ്ങൾ സൂക്ഷിക്കണം. യേശുവിന്റെ രക്തം ഹേതുവായി ആളെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ മനസാക്ഷി ഒന്ന് കഴുകുമാറാകട്ടെ. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചാട്ടെ, അവൻ നിന്നെ കഴുകും. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചാട്ടെ, അവൻ നിന്നെ ശുദ്ധീകരിക്കും. നിന്നെ ബലപ്പെടുത്തേണ്ടതിനാ കുഞ്ഞാന്റെ രക്തം ഇന്ന് പകൽ നേരം നിന്റെ ജീവന നേരെ വ്യാപരിക്കുക. ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. കർത്താവിന്റെ തിരുമേശ നമ്മുടെ നടുവിലുണ്ടല്ലോ. നമുക്ക് ഒരുക്കത്തോടു കൂടി ആയിരിക്കാം. ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരം ഇന്ന് പകൽ നേരം ഇടപെടുക. കർത്താവിന്റെ മഹത്വം ഇന്ന് പകൽ നേരം ഇടപെടുക. നമുക്ക് പ്രാർത്ഥിക്കാം. അനേകർ കണ്ട് അളവിൽ പോകുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഇന്ന് പകൽ നേരം നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഇതൊരു ഉണർവിന് കാരണമായി തീരട്ടെ. ഉണർന്നു പ്രാർത്ഥിച്ചു നിലനിൽക്കുവാൻ ഇന്ന് പകൽ നേരം പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാപ്തമാകട്ടെ. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ ശരീരത്താൽ നമുക്ക് മോചനമുണ്ട്. അതിൽ കർത്താവിന്റെ തിരുമേശ ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ ഓർമ്മയ്ക്കായി നമ്മൾ ഭക്ഷിച്ചു പാനം ചെയ്യുമ്പോൾ, കാൽവരി നമുക്ക് തകർക്കപ്പെട്ടവരെന്ന് ധ്യാനിക്കുമ്പോൾ, എനിക്ക് വേണ്ടി ഊറ്റപ്പെട്ട നിർമ്മല രക്തം പാപിയായിരുന്ന് ഒരിക്കലും അർഹതയില്ലായിരുന്ന എന്നെ അതിലെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് എന്നെ രക്ഷിച്ചെടുത്ത ആ വലിയ നാമം ഇന്ന് പകൽ നേരം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പ്രാർത്ഥിക്കാം. ദൈവസ്ഥലം നമ്മുടെ കണ്ണുകളെ നമുക്ക് മൂടാം. ആളുകളെ കർത്താവിന്റെ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇന്ന് പകൽ നേരം കേട്ട ഈ വചനത്തെ